السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 74 ആയത്താണ് കണ്ടത് അല്ലേ? ഹൃദയം കടുത്തു പോകുന്ന കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഹൃദയത്തിന് 3 തരത്തിലുള്ള കല്ലുകളുമായിട്ട് താരതമ്യം ചെയ്ത് നമ്മൾ കണ്ടു. ഇതുവരെയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരം അല്ലെങ്കിൽ അള്ളാഹു അഡ്രസ് ചെയ്തിരുന്നത് ബനി ഇസ്രായേലിനെയാണ്. ഓക്കെ, ഇപ്പം ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോടാണ് ഇനി സംസാരിക്കുന്നത്. ധാരാളം, അതായത് ബനി ഇസ്രായേലിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത പല ഫേവറുകൾ, പല അനുഗ്രഹങ്ങൾ, അള്ളാഹു ഓരോ സമയത്ത് അവർക്ക് കൊടുത്ത സഹായങ്ങൾ അല്ലെ, ഓരോ എന്താ പറയാ, അവർക്ക് കൊടുത്ത ഒരുപാട് ബർക്ക, ഒരുപാട് റഹ്മത്തുള്ള കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തെടുത്ത് പറഞ്ഞു. പക്ഷെ എന്നിട്ടും അവര് അള്ളാഹുലേക്ക് തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെ, അള്ളാഹുലേക്ക് അവർ കീഴൊതുങ്ങാൻ തയ്യാറുണ്ടായിരുന്നില്ല. എന്നിട്ട് ഫൈനലി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി അല്ലെ. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് തിരിഞ്ഞിട്ട് പറയാണ് ചില കാര്യങ്ങൾ. എന്താന്ന് നോക്കാം നമുക്ക്. ഇന്ന് നമുക്ക് 3 ആയത്തുകൾ നോക്കാം ഇൻഷാ അല്ലാഹ്. 75, 76, 77. أفتطمعون أن يؤمنوا لكم فقد كان فريق منهم يسمعون كلام الله ثم يحرفونه من بعد ما عقلوه وهم يعلمون. സത്യവിശ്വാസികളെ, നിങ്ങളെ അവർ, അതായത് യഹൂദർ, വിശ്വസിക്കുമെന്ന് നിങ്ങൾ മോഹിക്കുകയാണോ? അവരിൽ ഒരു വിഭാഗം അള്ളാഹുവിന്റെ വചനങ്ങൾ കേൾക്കുകയും അത് ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം ബോധപൂർവം തന്നെ അതിൽ കൃത്രിമം കാണിച്ചുകൊണ്ടിരിക്കുകയുമാണല്ലോ. വാക്കർത്ഥങ്ങൾ നോക്കാം ഇൻഷാ അല്ലാഹ്. അഫ തത്മഊന, ആദ്യത്തെ ഹംസത്തുൽ ഇസ്തിഫ്ഹാം ക്വസ്റ്റ്യന്റെ ഹംസയാണ്. ഓക്കെ, ചോദ്യം ചോദിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഹംസയാണ് അത്. അപ്പം ഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ, തത്മഊന നിങ്ങൾ ആഗ്രഹിക്കുകയാണോ, പ്രതീക്ഷിക്കുകയാണോ, മോഹിക്കുകയാണോ എന്നൊക്കെ അർത്ഥം. ഓക്കെ, അപ്പം അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുകയാണോ. ഇവിടെ ത്വാ മീം ഐൻ ത്വമഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് അതിയായിട്ട് ആഗ്രഹിക്കുക, അത്യാഗ്രഹത്തോടു കൂടി അതിനു വേണ്ടി ആഗ്രഹിക്കുന്നതിനാണ് ത്വമ എന്ന് പറയുന്നത്. നമ്മൾ കുറെ സ്ഥലത്ത് ഖുർആനിൽ കാണുന്ന ഒരു കാര്യമാണ് ഖൗഫും വ തമഅൻ അല്ലെ, ഭയവും പ്രതീക്ഷയും. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഭയവും പ്രതീക്ഷയും ഒരേപോലെ. നമ്മൾ മുമ്പ് അള്ളാഹുവിനോടുള്ള ഭയത്തിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അള്ളാഹുവിനോടുള്ള സ്നേഹം, അതായത് ഒരു പക്ഷിയുടെ തല സ്നേഹമാണെങ്കിൽ 2 ചിറകുകൾ ഖൗഫും തമവും ആയിരിക്കണം, അതായത് ഭയവും പ്രതീക്ഷയും ആയിരിക്കണം. ഇത് 3ഉം കൂടെ ഉണ്ടാവുമ്പോഴേ ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ പറ്റുള്ളൂ. സൂറത്തു സജ്ദയില് തതജാഫ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വ തമഅൻ അല്ലെ, ഭയത്തോടും പ്രതീക്ഷയോടും കൂടി നിങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുവാനായി കിടന്നുറങ്ങുന്ന സ്ഥലങ്ങൾ വിട്ട് അവരുടെ പാർശ്വങ്ങൾ അകലുന്നതാണ്. അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതീക്ഷയോടും ഭയത്തോടും കൂടി. അപ്പം ഈ തമ എന്നുള്ള വാക്ക് ഒന്ന് ജസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ആയത്ത് പറഞ്ഞേ ഉള്ളൂ. തമ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക അല്ലെങ്കിൽ പ്രതീക്ഷിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര അത്യാഗ്രഹത്തോടു കൂടി. അപ്പൊ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു അത്യാഗ്രഹത്തോടു കൂടിയുള്ള പ്രതീക്ഷയായിരിക്കണം. നമുക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പാപമോചനം തരണം അല്ലെ. നമ്മൾ എന്തും അള്ളാഹുവിലാണ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിനും അള്ളാഹുവിന്റെ മഗ്ഫിറത്തിനും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ എപ്പോഴും അള്ളാഹുലേക്ക് അടുക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നമുക്ക് അള്ളാഹുവിനോട് ഭയവും വേണം അല്ലെ. അള്ളാഹ് എല്ലാം പുറത്തു തരും എന്ന് വിചാരിച്ച് നോക്കാൻ പറ്റില്ല. അപ്പൊ രണ്ടും ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പൊ തൊമ എന്നുള്ള വാക്ക് അത്യാഗ്രഹത്തോടു കൂടി ആഗ്രഹിക്കുക, പ്രതീക്ഷിക്കുക. അപ്പം സത്യവിശ്വാസികളുടെ അടുത്ത് ചോദിക്കുകയാണ്, അഫതത്മഊന നിങ്ങൾ പ്രതീക്ഷിക്കുകയാണോ, അയ്യുമിനു അവർ വിശ്വസിക്കുമെന്ന്, അൻ പ്ലസ് യുമിനു എന്ന്. ഓക്കെ, യുമിനു അവർ വിശ്വസിക്കുക, അൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്ന്. ലക്കും എന്താണ്, നിങ്ങളെ വിശ്വസിക്കുമെന്ന്, ലാ പ്ലസ് കും. ഓക്കെ, നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളെ എന്നർത്ഥം. വഖദ് കാന, വ ആൻഡ്
അല്ലെങ്കിൽ ആയിരിക്കെ, ഓക്കെ, വൈൽ എന്നുള്ള അർത്ഥമാണ്. കത് നിശ്ചയമായും, ഖാന ആയിരിക്കുക. അപ്പം ഇങ്ങനെ ആയിരിക്കെ എന്താണ്, എന്തോ ഒരു കാരണം പറയാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ അവര് നിങ്ങളെ വിശ്വസിക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണോ? അപ്പൊ എന്താണ് ആ കാര്യം നോക്കാം. ഫരീഖും മിൻഹും, മിൻഹും എന്ന് വെച്ചാല് നമുക്കറിയാം അല്ലെ, മിൻ നിന്ന്, ഹും അവർ. അപ്പം അവരിൽ നിന്ന് ഫരീഖുൻ ഒരു വിഭാഗമുണ്ട്, ഒരു ഗ്രൂപ്പ് ഉണ്ട്. നമ്മള് ഫർക്ക്, ഫറഖ എന്നുള്ള വാക്കൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ഫർക്ക് എന്ന് പറഞ്ഞാല് വ്യത്യാസം, ഓക്കെ. എന്തെങ്കിലും ഫർക്ക്, അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ ഫർക്ക് എന്ന് പറയും. ഫറഖ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ, സെപ്പറേറ്റ് ആവുക എന്നുള്ളത്. അപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ വ്യത്യസ്തമായ അഭിപ്രായമുള്ളത് കാരണം എന്താണ്, ഐ മീൻ കുറച്ച് ആളുകൾ അഭിപ്രായ വ്യത്യാസം കാരണം വേറെ വേറെ ഗ്രൂപ്പുകളാവുക, അതാണ് ഫരീഖ്. ഓക്കെ, വ്യത്യസ്ത അഭിപ്രായമുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായ ചിന്താഗതിയുള്ള ഒരു ഗ്രൂപ്പ്. അപ്പം അവരിൽ ഒരു വിഭാഗമുണ്ട്, ഒരു ഫരീഖ് ഉണ്ട്. അവരെന്താ ചെയ്യാ, യസ്മഊന, അവർ കേൾക്കുന്നുണ്ട്. ഓക്കെ, യ ആദ്യം വരുമ്പം അത് അവൻ എന്നാവും. യസ്മഊ എന്ന് പറഞ്ഞാൽ അവനാണ്, യസ്മഊന എന്ന് പറഞ്ഞാൽ അവരാണ്. നമ്മളിത് ഇൻഷാ അല്ലാഹ് ഗ്രാമർ ടിപ്സിൽ ഫെഴലിന്റെ കുറച്ച് കാര്യങ്ങൾ പറയും. അപ്പൊ നമുക്ക് ഈ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. യസ്മഊന കലാം, കലാം എന്ന് പറഞ്ഞാല് വചനം, വാക്ക്. അല്ലാഹി, അള്ളാഹുവിന്റെ വാക്കുകൾ. ഓക്കെ, അവർ അള്ളാഹുവിന്റെ വാക്കുകൾ കേൾക്കും. ഒരു വിഭാഗം ആളുകൾ ഉണ്ട് അവരിൽ, അവർ അള്ളാഹുവിന്റെ വചനങ്ങൾ കേൾക്കും. സുമ്മ, പിന്നീട് അവരെന്താ ചെയ്യാ, യുഹരിഫൂനഹു, ഹർഫ്, ഹർഫ് എന്ന് പറഞ്ഞാൽ ഒരു ആൽഫബറ്റ് ആണ്, ഒരു ലെറ്റർ, ഒരു അക്ഷരം എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പം ഹറഫ യുഹരിഫു തഹ്രീഫ്, തഹ്രീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അക്ഷരം മാറ്റുക അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുക, മാറ്റിമറിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പം അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കലാം കേട്ടിട്ട് അവർ മാറ്റിമറിക്കും. മിം ബഅദി, അതിനുശേഷം. മാ അഖലൂഹു, അഖൽ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് അല്ലെ. അഖൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി, ചിന്ത, ഗ്രഹണശക്തി എന്നൊക്കെ അർത്ഥം. അപ്പൊ അവര് മനസ്സിലാക്കിയതിന് ശേഷം അവര് മാറ്റിമറിക്കും. വഹും, അവരായിരിക്കെ, യഅലമൂൻ, അറിയുന്നവർ. അപ്പം അവരറിഞ്ഞുകൊണ്ട് അത് ചെയ്യുന്നവരാണ്. നമുക്ക് തഫ്സീർ നോക്കാം. അഫതത്മഊന, അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്, നിങ്ങൾ ആഗ്രഹിക്കുകയാണോ, അയ്യുമിനൂ ലക്കും, അവർ വിശ്വസിക്കുമെന്ന്, അവർ നിങ്ങളിൽ വിശ്വസിക്കുമെന്ന്, നിങ്ങളെ വിശ്വസിക്കുമെന്ന്. ആര്, ബനി ഇസ്രായേൽ. അവർ നിങ്ങൾ പറയുന്ന കേൾക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അവർ കേൾക്കാൻ പോണില്ല അല്ലെ. ഒരു കൂട്ടരുടെ ഹൃദയം കഠിനമായി കഴിഞ്ഞാല് എന്തൊക്കെ തെളിവുകൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാലും, ഏതൊക്കെ രീതിയിൽ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും അവര് മാറൂല അല്ലെ. അവർക്ക് യാതൊരു കുലുക്കവും ഉണ്ടാവില്ല. നമ്മളൊരു മതിലിന്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ ആയിരിക്കും. നമ്മളെ വാക്കുകൾ നമ്മളോട് തന്നെ ബൗൺസ് ബാക്ക് ചെയ്യും അല്ലെ. നമ്മളൊരു ബോൾ മതിലിനോട് എറിഞ്ഞു കഴിഞ്ഞാൽ ബോൾ തിരിച്ച് നമ്മളെ അടുത്തേക്ക് തന്നെ വരില്ല. അതുപോലെയാണ് അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയത്. കാരണം തൊട്ടു മുമ്പ് നമ്മളെ അടുത്ത് അതാ പറഞ്ഞത് അല്ലെ, ഹൃദയങ്ങൾ കടുത്ത കാര്യമാ പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്ത് നിങ്ങൾ ഇനിയിപ്പോ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും, സത്യവിശ്വാസികളെ നേരെ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കണം, നിങ്ങൾ ഇനിയിപ്പോ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവര് മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണോ? ഒരിക്കലും ഇല്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള കഠിനമായ ഹൃദയമുള്ളവരെ തൊട്ട് നമ്മളെയും നമ്മളുടെ കുടുംബങ്ങളെയും നമ്മളുടെ മക്കളെയും ഇനി വരുന്ന തലമുറകളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അപ്പം അവര് നിങ്ങളിൽ വിശ്വസിക്കുന്നുള്ള ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് വെറുതെയാണ്, അവര് വിശ്വസിക്കാനൊന്നും പോണില്ല അല്ലെ. അഫതത്മഊന, നമ്മൾ കണ്ടു എന്താണ് ത്വമഅ എന്നുള്ളത്. അയ്യുമിനൂ ലക്കും, അതിന്റെയും വാക്കർത്ഥമൊക്കെ നമ്മൾ വിശദമായിട്ട് കണ്ടതാണ്. അപ്പം അവരുടെ അടുത്ത് നിങ്ങൾ ഓക്കെ, ഇത് പ്രവാചകനാണ്, നമ്മൾ എന്താണ് ലോകർക്ക് മുഴുവനുള്ള പ്രവാചകനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടാണ്? അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. വഖദ് കാന ഫരീഖും, നിശ്ചയമായും അവരിൽ ഉണ്ട് എന്ത്, ഒരു ഗ്രൂപ്പ്. ഫരീഖുൻ, ഫരീഖ് നമ്മൾ പറഞ്ഞു അല്ലെ. അതായത് ഒരു മെയിൻ ബോഡിയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറിയിട്ടുള്ള ഒരു ഗ്രൂപ്പ്. ബിക്കുമുൽ ബഹ്റ അല്ലെ, കടല് സെപ്പറേറ്റ് ചെയ്ത കാര്യത്തിൽ നമ്മൾ ഈ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുർഖാൻ എന്നുള്ള വാക്കിന്റെയും റൂട്ട് അത് തന്നെ. അവിടെ എന്താണ്, സത്യവും അസത്യവും സെപ്പറേറ്റ് ആക്കുക. അപ്പോൾ ഫുർഖാൻ നമ്മൾ കണ്ടിട്ടുണ്ട്, ഫറഖന ബിക്കുമുൽ ബഹ്റ കണ്ടിട്ടുണ്ട്. ഇവിടെ എന്താണ്, ഫരീഖും മിൻഹും. എല്ലാത്തിന്റെ റൂട്ട് ആണ്. എല്ലാത്തിന്റെ അർത്ഥങ്ങളും നമുക്കിപ്പോ മനസ്സിലാവും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഫരീഖ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്. മിൻഹും, അവരിൽ നിന്ന്, അതായത് ബനി ഇസ്രായേലിൽ നിന്ന്. അവരെന്താ ചെയ്യാ, യസ്മഊന കലാം അല്ലാഹ്, അള്ളാഹുവിന്റെ കലാം അവര് കേൾക്കും അല്ലെ. യസ്മഊന, സീൻ മീം ഐൻ, സംഅ എന്ന് പറഞ്ഞാൽ കേൾക്കുക. കലാം അല്ലാഹ്, അള്ളാഹുവിന്റെ കലാം. ഓക്കെ, അപ്പം ബനി ഇസ്രായേലിൽ ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്. അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കലാം കേൾക്കും.
എന്നിട്ട് കേട്ടിട്ട് അവരെന്താ ചെയ്യാ? സുമ്മ പിന്നീട് യുഹരിഫൂനഹു അവരെന്ത് ചെയ്യും? അതിനെ ഡിസ്റ്റോർട്ട് ചെയ്യും, അതിനെ ചേഞ്ച് ചെയ്യും, മാറ്റിമറിച്ച് കളയും. യുഹരിഫൂന ഹറഫ ഹറഫ യുഹരിഫു തഹരീഫ്, ഡിസ്റ്റോർട്ട് ചെയ്യുക, ചേഞ്ച് ചെയ്യുക, എന്തെങ്കിലും മാറ്റി മറിക്കുക എന്നുള്ള അർത്ഥം. ഇത് ശരിക്കും ഹെറഫ്തി എന്നുള്ള ഒരു പ്രയോഗം ഉണ്ട്. അതായത് ഒരു മൃഗം അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. അതായത് ഒരു മൃഗം ഒരു ഡയറക്ഷനിൽ പോവുമായിരുന്നു, പെട്ടെന്ന് അത് ഹെറഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് നേരെ തിരിക്കുക അല്ലെങ്കിൽ ഡയറക്ഷൻ മാറ്റുക എന്നുള്ള അർത്ഥം. അതായത് ഏതൊരു വാക്കും അതിന് അല്ലെങ്കിൽ വാക്കുകൾ അത് ഒരു പ്രത്യേക രീതിയിൽ വായിക്കണം, ഒരു പ്രത്യേക രീതിയിൽ പ്രൊനൗൺസ് ചെയ്യണം, അല്ലെ, ഉച്ചരിക്കണം, ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് വാക്കുകൾ എന്ന് പറയുന്നത് തന്നിട്ടുള്ളത്, അല്ലെ. നമ്മളെ ഭാഷ എന്ന് പറയുന്നത് അതിനാണ്. അതിന് വായിക്കാൻ ഒരു രീതിയുണ്ട്, ഉച്ചരിക്കാൻ ഒരു രീതിയുണ്ട്, മനസ്സിലാക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. പക്ഷെ നമ്മൾ അതിന്റെ പ്രൊനൗൺസിയേഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഉച്ചാരണം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അതിന്റെ അർത്ഥം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? തഹ്രീഫാണ്. ഓക്കെ, അതിന്റെ വാക്കുകളെ മാറ്റി മറിക്കലാണ്. അപ്പം ഈ കൂട്ടം ആൾക്കാർ, ഒരു ഗ്രൂപ്പ് ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെ. ഫരീഖും മിൻഹും അവരുടെ ബനി ഇസ്രായേലിന്റെ കൂട്ടത്തില് ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം കേൾക്കും, യസ്മഊന കലാം അല്ലാഹി. പിന്നെ അവരെന്താ ചെയ്യാ? സുമ്മ യുഹരിഫൂനഹു അവര് തഹ്രീഫ് ചെയ്യും, അവര് ചേഞ്ച് ചെയ്യും. തഹ്രീഫ് എന്ന് പറയുന്നത്, വാക്കുകളുടെ തഹ്രീഫ് രണ്ട് രീതിയിലാണ് ചെയ്യാം. ഒന്നാമത്തേത് തഹ്രീഫ് അൽ ലഫ്ദിയ, ഓക്കെ. രണ്ടാമത്തേത് തഹ്രീഫ് അൽ മഅനവി. ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ ആ വാക്കൊന്ന് കാണിക്കാം, കാരണം ചിലപ്പോഴൊക്കെ ഇതുപോലെയുള്ള വാക്കുകൾ പറഞ്ഞ ആളുകൾ വന്ന് ചോദിക്കാറുണ്ട് അതിന്റെ ലെറ്റേഴ്സ് എങ്ങനെയാണെന്ന് കറക്റ്റ്. അപ്പൊ തഹ്രീഫ് അൽ ലഫ്ദി, തഹ്രീഫ് അൽ മഅനവി. തഹ്രീഫ് അൽ ലഫ്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാക്കുകളെ മാറ്റിമറിക്കും. അതായത് അതിന്റെ ഉച്ചാരണം മാറ്റുക, അല്ലെങ്കിൽ അതിന്റെ എന്താണ് സ്പെല്ലിങ് മാറ്റുക. അത് ഉദ്ദേശത്തോടു കൂടിട്ടോ, പേർപ്പസ്ഫുള്ളി അറിഞ്ഞുകൊണ്ട് മാറ്റുന്നതാണ് ഇവിടെ പറയുന്നത്. ഏതെങ്കിലും രീതിയിൽ വാക്കുകളെ അതിന്റെ അക്ഷരങ്ങളോ ഹർക്കത്തോ ഉച്ചാരണോ ഒക്കെ മാറ്റി മറിക്കുന്നതിനാണ് തഹ്രീഫ് അൽ ലഫ്ദി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ മുസ്തഖീം എന്നുള്ള വാക്ക്, മുസ്തഖീമിൽ ത ആണ്, അല്ലെ. അവിടെ താക്ക് പകരം തോ കൊടുത്തു കഴിഞ്ഞാൽ മുസ്തഖീം ആവും. അപ്പം അതെന്തായി? അവിടെ വാക്ക് മാറ്റി മറിക്കലായി. വാക്ക് മാറ്റി മറിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അർത്ഥവും മാറും, അല്ലെ. നമ്മൾ മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നു, അവരുടെ അടുത്ത്, ബനി ഇസ്രായേലിന്റെ അടുത്ത് ഫലസ്തീനിൽ പ്രവേശിക്കുമ്പോൾ ഹിത്തോ എന്ന് പറയാൻ പറഞ്ഞപ്പം അവരെന്ത് പറഞ്ഞു? ഹിന്ദോ, അല്ലെ. രണ്ടും കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നും, ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ. അപ്പം ഹിത്തോ എന്ന് പറഞ്ഞപ്പോൾ അവര് ഹിന്ദോ എന്ന് പറഞ്ഞു. അപ്പം ഇതുപോലെ ആക്ച്വൽ സ്പെല്ലിംഗ് അല്ലെങ്കിൽ അക്ഷരങ്ങൾ അവർ മാറ്റിമറിക്കും, അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണം അവർ മാറ്റിമറിക്കും. ഇതിനാണ് തഹ്രീഫ് അൽ ലഫ്ദിയ എന്ന് പറയുന്നത്. ഖുർആനില് ഒരു ഉദാഹരണം, ഇപ്പൊ വകല്ലമല്ലാഹു മൂസ തക്ലീമ. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു തആല മൂസയോട് സംസാരിച്ചു, വകല്ലമല്ലാഹു എന്ന് പറയുമ്പോൾ. ഇനി അത് നമ്മൾ വകല്ലമല്ലാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായി? മൂസ അള്ളാഹുവിനോട് സംസാരിച്ചു എന്നായി. അപ്പം ഹർക്കത്ത് മാറിയാൽ പോലും അർത്ഥം മാറും. ഇവിടെ ഈ തഹ്രീഫ് എന്ന് പറയുന്നത് പേർപ്പസ്ഫുള്ളി, ഒരു ദുരുദ്ദേശം, എന്തെങ്കിലും ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ട് ഇത്തരത്തിലുള്ള മാറ്റത്തിനാണ് തഹ്രീഫ് എന്ന് പറയുന്നത്. നമ്മൾ അറിയാതെ വരുന്നതിനല്ല, എന്നാലും നമ്മൾ അങ്ങനെ മാറുമ്പം, അങ്ങനെ ഒരു ഹർക്കത്ത് പോലും മാറുമ്പം അർത്ഥം മാറും എന്നുള്ളത് നമുക്ക് ബോധ്യം വേണം. അതുകൊണ്ട് തന്നെ ഓരോ ഹർക്കത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള ബോധ്യം നമുക്ക് ശരിക്കും വേണം. ഓക്കെ, ഇവരുടെ കാര്യത്തിൽ ഇത് പറയുന്നത് അവർ പേർപ്പസ്ഫുള്ളി, ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ്. അപ്പൊ ആദ്യത്തെ തഹ്രീഫ് അൽ ലഫ്ദി, രണ്ടാമത്തത് തഹ്രീഫ് അൽ മഅനവി. അതായത് വാക്കുകൾക്കൊന്നും മാറ്റമൊന്നും വരുന്നില്ല, ഹർക്കത്ത് മാറ്റം വരുത്തുന്നില്ല, ഉച്ചാരണം മാറ്റം വരുത്തുന്നില്ല, പക്ഷെ അതിന്റെ അർത്ഥത്തിന് അവര് മാറ്റിമറിക്കാം. അതിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിന്, അല്ലെങ്കിൽ അതിൽ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് അവര് മാറ്റിമറിക്കുക. അത് പല രീതിയിൽ ചെയ്യാറുണ്ട്. അത് അന്നും ഇന്നും ചെയ്തു വരുന്നുണ്ട്. അല്ലാഹു അക്ബർ. അപ്പം എങ്ങനെയാന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ആ ഒരു വാക്കിനെ കോണ്ടെക്സ്റ്റ് ഒന്നും കംപ്ലീറ്റ്ലി പുറത്തെടുത്തിട്ട് ഇതുകൊണ്ട് ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുന്നത്, അല്ലെ. ഖുർആനിലെ പല ആയത്തുകളും വളച്ചൊടിച്ച് പലരും അവരവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഉപയോഗിക്കുന്നത് ഇതുപോലെ കോണ്ടെക്സ്റ്റ് നിന്ന് പുറത്തെടുത്തിട്ട് മീനിങ് കൊടുത്തിട്ട്, പല ശിർക്കിപരമായ കാര്യങ്ങൾക്കൊക്കെ ആളുകൾ ഖുർആനിലുള്ള ആയത്തുകൾ തന്നെ ഉപയോഗിക്കുന്നത്, ഈവൻ ഹദീസുകളാണെങ്കിലും എന്താണെങ്കിലും തിരിച്ചും മറിച്ചും ഒക്കെ അതിനെ കോണ്ടെക്സ്റ്റിന് പുറത്തെടുത്തിട്ട് ഉപയോഗിച്ചിട്ടാണ്, അല്ലെ. ചിലർ പറയും അതിന്റെ അർത്ഥം ഇത് ഇന്നതല്ല ഇതിന്റെ അർത്ഥം, അല്ലെങ്കിൽ ഇത് വേറൊരു വാക്കിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ വാക്കുകളുടെ അർത്ഥത്തിനെ മാറ്റി മറിച്ചിട്ട്, അങ്ങനെ പല രീതിയിൽ ആളുകൾ അന്നും ഇന്നും, ഇത് ബനി ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇന്നും അതുപോലെയുള്ള ഫരീഖുകൾ ഉണ്ട്, അല്ലെ. അള്ളാഹുവിന്റെ കലാം കേട്ടിട്ട് അത് മാറ്റി മറിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം എന്താണ് അതിനുള്ള ഒരു സൊല്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്ക് ടു ഖുർആൻ ആൻഡ് സുന്ന. എന്താണോ സുന്ന
നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും സലഫുകളും കാണിച്ചു തന്നത്. അതിലേക്ക് മടങ്ങുക എന്നുള്ളതേ ഉള്ളൂ ഇതിനൊരേ ഒരു പരിഹാരം. എപ്പോഴും അത് റബ്ബിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക. ആ കാര്യത്തിലേക്ക് നമ്മൾ മടങ്ങുക. ആര് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വേണമെങ്കിൽ അതിനെ ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ റീചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ബാക്കിയുണ്ട്. അപ്പൊ ഞാൻ പറയുന്നുണ്ട് അൽഹംദുലില്ലാഹ് എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ ബെസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. അവിടെ പോലും അല്ലെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആര് എന്ത് പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും ഇത് ഒറിജിനൽ തന്നെയാണോ, സുന്നത്തിൽ നിന്ന് തന്നെ വരുന്നതാണോ, ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള അധികാരം ഓപ്ഷൻ നമ്മളുടെ കയ്യിൽ ഉണ്ട്. ഓക്കെ, അപ്പം ആർക്കും തെറ്റുപറ്റാം. ചിലർക്ക് എടുത്ത് പറയുമ്പോൾ തെറ്റ് പറ്റുന്നതായിരിക്കാം, ചിലർ മനസ്സിലാക്കിയതിലുള്ള തെറ്റായിരിക്കാം, എല്ലാവർക്കും അങ്ങനെ തെറ്റ് പറ്റാം. അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി നമ്മൾ കറക്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക, ദുആ ചെയ്യുക. നമ്മളുടെ നിയ്യത്ത് ഇഖ്ലാസ് ഉള്ളതായിരിക്കുക. തെറ്റ് പഠിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉള്ളതല്ല എന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ശരികളിലേക്ക് തന്നെ നയിക്കും. അപ്പം ഈ തെറ്റുകളെ പറ്റി ഇങ്ങനെ അർത്ഥങ്ങളിൽ വ്യത്യാസം വരുത്തുന്ന കാര്യം പറയുമ്പം ഖുർആനിൽ ഇപ്പൊ ദൊറബ എന്നുള്ള വാക്ക്, ദൊറബ എന്ന് പറയുന്ന വാക്ക് ഖുർആനിൽ ഇഷ്ടം പോലെ വന്നത്. നമ്മൾ ഓൾറെഡി ദൊറബ പല രീതിയിലും കണ്ടിട്ടുണ്ട് അല്ലെ. യദ്രിബു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ വാക്ക് കണ്ടിട്ടുണ്ട്. അപ്പൊ ദൊറബക്ക് ശരിക്കും ലിറ്ററൽ അർത്ഥം എന്ന് പറഞ്ഞാൽ അടിക്കുക അല്ലെങ്കിൽ ഹിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ചില പ്രത്യേക കോണ്ടെക്സ്റ്റുകളിൽ ദൊറബക്ക് ശേഷം ഏതെങ്കിലും ഒരു ഹർഫൊക്കെ വന്നിട്ട് ഫി അല്ലെങ്കിൽ ബി എന്നൊക്കെ വരുമ്പം അതിന് അർത്ഥം മാറാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ നമ്മൾ അതുപോലെ യദുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഊഹിക്കുക എന്നുള്ളത് അതിനുശേഷം അന്ന വന്നത് കൊണ്ട് അതെന്തായി ഉറപ്പാക്കുക എന്നുള്ളതായി മാറുന്നു. അതുപോലെ ഖുർആനിൽ പല വാക്കുകളും അതിന്റെ സാഹചര്യത്തിനനുസരിച്ച് മാറുന്നതുണ്ട്. ഓക്കെ, അങ്ങനെ വാക്കുകൾ ഉണ്ടാവും. ഡിഫറെന്റ് മീനിങ്സ് വരും. അപ്പം ഒരാൾ പറയാ ഇല്ല ഖുർആനിൽ എവിടെയും ദൊറബക്ക് അടിക്കാന്ന് അർത്ഥമില്ല, ദൊറബന്റെ അർത്ഥം വേറെ എന്തോ ആണ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ ദൊറബക്ക് അടിക്കാന്നാണ് അതിന്റെ ലിറ്ററൽ അർത്ഥം. പക്ഷെ അതിന്റെ കൂടെ വേറെ ഏതെങ്കിലും ഹർഫ് വരുമ്പം അത് മാറാൻ വേറെ അർത്ഥങ്ങൾ വരുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പം ഇതിനെ വ്യാഖ്യാനിക്കുന്നവർ പറയണേ എവിടെയും ദൊറബ എന്ന് പറഞ്ഞാൽ അടിക്കുക എന്നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അടിക്കാന്ന് പറയേണ്ട സാഹചര്യങ്ങളുണ്ട് അല്ലെ. അവിടെയും അതെന്തായി പോവും, തെറ്റായി പോവും. ഇത്തരത്തില് എന്തെങ്കിലും രീതിയിൽ ഖുർആനെ വളച്ചൊടിച്ച് അർത്ഥത്തിൽ കോണ്ടെക്സ്റ്റ് ഒന്നും പുറത്തെടുത്തിട്ട് മാറ്റിമറിക്കുന്നതിനൊക്കെ തഹ്രീഫ് എന്ന് പറയും. അതായത് തഹ്രീഫ് അൽ മാനവി, അർത്ഥത്തിൽ മാറ്റം വരുത്തുന്നത്. വേറെ ഇതിനുള്ള ഒരു ഉദാഹരണമാണ് നംല്. നമുക്കറിയാം സൂറത്തു നംല് അല്ലെ. അതിനകത്ത് മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ആർമീന്റെ കൂടെ ഒരു താഴ്വരയിലൂടെ പോവാണ് അല്ലെ, ഉറുമ്പുകൾ ഉള്ള ഒരു താഴ്വരയിലൂടെ. അപ്പം അതിൽ ഉറുമ്പിന്റെ കൂട്ടത്തിൽ അവര് അനൗൺസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഒരു ആർമി വരുന്നുണ്ട്, എല്ലാവരും അവനവന്റെ വീട്ടിലേക്ക് പോയിക്കോ, അല്ലെങ്കിൽ ഈ ആർമീന്റെ കാലിന്റെ ചോട്ടില്, സൈന്യത്തിന്റെ കാലിന്റെ ചോട്ടിൽ വെച്ച് നമ്മൾ അരഞ്ഞു പോവും എന്ന് പറയുന്നത്. അപ്പം അത് ശരിക്കും ഉറുമ്പുകളെ ഉദ്ദേശിച്ച് തന്നെ പറയുന്നതാണത്. പക്ഷേ ഇതിന് ചിലരൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട് എന്താണ്, നംല് എന്ന് പറയുന്നത് ശരിക്കും ഉറുമ്പിനെ അല്ല ഉദ്ദേശിച്ചത്, നംലി എന്ന ഗോത്രത്തിലുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ആ ഒരു സ്ഥലത്ത് താമസിച്ചിരുന്ന നംലി ഗോത്രക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് അത് പറയുന്നത്. അപ്പം അവര് ആർമി സുലൈമാൻ അലൈഹിസ്സലാമിന്റെ പട്ടാളം വരുമ്പോൾ ഇല്ല, പട്ടാളത്തിന്റെ കാലിന്റെ അടിയിൽ വെച്ച് അരഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറാൻ പറയുകയാണെന്ന്. സുബ്ഹാനല്ലാഹ്, ജസ്റ്റ് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും അല്ലെ. ഒരു സൈന്യം വരുമ്പം ആളുകളെ കാലിന്റെ അടിയിലിട്ട് അരക്കല്ല ചെയ്യുക സൈന്യം. അവരെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇതല്ല ചെയ്യുക. അത് അങ്ങനെ പറയുകയാണെങ്കിൽ അത് ഉറുമ്പുകൾ തന്നെ ആയിരിക്കണം അല്ലെ. അപ്പം ഖുർആനില് നംല് എന്ന് പറയുന്നത് എന്താണ്, ഉറുമ്പിനെ ഉദ്ദേശിച്ച് തന്നെയാണ്. അറബി ഭാഷയിലും ഉറുമ്പ് തന്നെയാണ്. പക്ഷെ ഇതേ കാര്യത്തിന് ഡിസ്റ്റോർട്ട് ചെയ്തിട്ട് ചേഞ്ച് ചെയ്തിട്ട് മീനിങ്ങുകൾ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ വാക്കുകൾ അങ്ങനെ തന്നെ വെച്ച് ഹർക്കത്തും പ്രൊനൗൺസിയേഷനും ലെറ്റേഴ്സും ഒന്നും മാറ്റാതെ അവര് അർത്ഥം മാറ്റുന്ന സാഹചര്യങ്ങളും ഉണ്ട്. അപ്പൊ പല രീതിയിൽ ഇതുപോലെ അർത്ഥങ്ങൾ മാറ്റാൻ പറ്റും. പല പല കാരണങ്ങളും ഉണ്ടാവും ഓരോരുത്തർക്ക് അത് മാറ്റുന്നതിന്. അന്നും ഇന്നും ഇത് നടക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, നിങ്ങൾ ബനി ഇസ്രായേൽ അവർ വിശ്വസിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പക്ഷെ അവരുടെ ഇടയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് അല്ലെ. അവർ അള്ളാഹിന്റെ കലാം കേൾക്കുകയും ചെയ്യും, കേട്ട് കഴിഞ്ഞതിന് ശേഷം അവരെന്ത് ചെയ്യും, അത് മാറ്റിമറിക്കുകയും ചെയ്യും. ഈ മാറ്റിമറിക്കൽ അല്ലെങ്കിൽ തഹ്രീഫ് എന്ന് പറയുന്നത് വാക്കിലോ അല്ലെങ്കിൽ അർത്ഥത്തിലോ ആവാം. പിന്നെ എപ്പോഴാണ് അവരത് മാറ്റിമറിക്കുന്നത്? മിൻ ബഅദി മാ അഖലൂ, അവര് അത് മനസ്സിലാക്കിയതിന് ശേഷം. അഖലു ഐൻ ലാം ഖാഫ് അഖൽ. അഖൽ നമ്മൾ കുറെ പ്രാവശ്യം, ഇപ്പൊ ഒരു 4-5 പ്രാവശ്യം കണ്ടു എന്ന് തോന്നുന്നു. സുബ്ഹാനല്ലാഹ്, മനസ്സിലാക്കുക അല്ലെ. അഖലിന്റെ ഫസ്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ അതിന്റെ അർത്ഥം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവരത് ആക്ച്വലി അതിന്റെ അർത്ഥവും വാക്കും ഹർക്കത്തും ഉച്ചാരണം ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം അവരതിന്റെ കാര്യങ്ങള് മാറ്റിമറിക്കുക. അത് വലിയൊരു തെറ്റാണ് അല്ലെ.
ആക്ച്വൽ അർത്ഥവും അറിയാം, വാക്കും അറിയാം, ഹർക്കത്തും അറിയാം, പ്രൊനൗൺസിയേഷനും അറിയാം, ഒക്കെ അറിഞ്ഞതിന് ശേഷം മാറ്റിമറിക്കുക എന്ന് പറയുന്നത് വല്ലാത്ത വലിയൊരു പാതകമാണ്. അതൊന്നും പോരാത്തതിന് വഹും യഅലമൂൻ, അവർക്ക് അറിയുകയും ചെയ്യുന്നത് അവർ അള്ളാഹുവിന്റെ കലാമാണ് ഈ മാറ്റിമറിക്കുന്നതെന്ന്. അബദ്ധത്തിലൊന്നും പറ്റിപ്പോകുന്നതല്ല, ഒരു തെറ്റ് അല്ലെ, ഒരു ടങ്കിന് ഒരു നാവിന് ഒരു സ്ലിപ്പ് വരുന്നതല്ല, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടെടുത്ത് വന്ന ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ല, അല്ലെ? ചിലപ്പോൾ നമ്മളൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേൾക്കുമ്പോൾ അവര് പറഞ്ഞതാവില്ല, അല്ലെങ്കിൽ അവരുദ്ദേശിച്ചതാവില്ല നമ്മൾ മനസ്സിലാക്കുന്നത്, അത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. പക്ഷെ ഇവിടെ ഇവര് പേർപ്പസ്ഫുള്ളി പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ആ അർത്ഥത്തിന്റെ, ആ ഒരു ആയത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ ആ ഒരു വചനത്തിന്റെ അർത്ഥം മാറ്റിമറിക്കുകയാണ്. അപ്പം ഇത് വലിയ ഒരു തെറ്റാണ്. അത് മുഴുവൻ മനസ്സിലാക്കിയതിന് ശേഷം വഹും യഅലമൂൻ, അവരത് അറിഞ്ഞിട്ട് അത് ചെയ്യുന്നത് എന്താണ്, ആക്സിഡന്റൽ ആയിട്ട് പറ്റുന്നതല്ല, മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അവർക്കറിയാം അള്ളാഹുവിന്റെ വചനങ്ങളെ മാറ്റിമറിക്കുന്നത് വലിയ തെറ്റാണെന്ന്. എന്നിട്ടും ആ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതായത് ഈ ആയത്ത് മനസ്സിലാക്കിയിട്ടും അവര് മാറ്റിമറിക്കുകയാണ്. അതിന് പുറമെ ഈ മാറ്റിമറിക്കല് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അവര് ചെയ്യുകയാണ്. അത് വലിയ തിന്മയാണെന്ന് അറിഞ്ഞിട്ടും അവര് ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്താണ് ഈ ആയത്തില് അള്ളാഹു സുബ്ഹാനഹു തആല പറയാൻ ഉദ്ദേശിക്കുന്നത്? നമ്മളടുത്ത് വിശ്വാസികളെടുത്ത് പറയാണ്, നിങ്ങൾ അവരിനി എന്തെങ്കിലും മാറും എന്നുള്ള ഒരു പ്രതീക്ഷ വെച്ചിരിക്കുകയാണെങ്കിൽ വേണ്ട, അവർ വിശ്വസിക്കാനൊന്നും പോണില്ല. അവർ വിശ്വാസത്തിൽ നിന്ന് ഒരുപാട് ദൂരെ പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അവര് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കലാം മനസ്സിലാക്കി അതിനകത്ത് എന്താ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയിട്ട് അവരത് വെച്ച് കളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ? അതും അറിവുണ്ടായിട്ടും അവര് മാറ്റിമറിച്ച ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാർ മാറും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമ്മള് പറയൂലേ, ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താം, പക്ഷെ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റൂല. അതുപോലെയാണ് ഇവരുടെ അവസ്ഥ. ഇവർക്ക് അറിയാഞ്ഞിട്ടാണെങ്കിൽ ഒരു പക്ഷെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ? ഇവർക്ക് ഒന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ പറഞ്ഞു കൊടുക്കുമ്പോ അതുവരെ അറിയാത്തോണ്ടാണ്, എന്റെ തെറ്റ് തിരുത്തിയേക്കാം എന്നൊരു ചിന്തയുണ്ട്. പക്ഷെ അറിഞ്ഞിട്ടും റിജക്റ്റ് ചെയ്യുന്നവരാണ്, അറിഞ്ഞിട്ടും അള്ളാഹുവിന്റെ കലാമിനെ മാറ്റിമറിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ കലാമിനെ മാറ്റിമറിക്കല് തിന്മയാണെന്ന് അറിഞ്ഞിട്ടും ചെയ്യുന്നവരാണ്. അവരെയാണോ നിങ്ങൾ നന്നാക്കാൻ പോണത്? അവരാണോ നിങ്ങൾ പറയുന്നത് സ്വീകരിക്കും നിങ്ങൾക്ക് പ്രതീക്ഷയുള്ളത്? ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഫരീഖ്, ബനി ഇസ്രായേലിനകത്തുള്ള ഒരു ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഇത് അവരുടെ ഇടയിലുള്ള പണ്ഡിതന്മാരെയാണ് റെഫർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അവരുടെ ഇടയിലുള്ള നേതാക്കൾ അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള അറിവുള്ളവരെ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ എന്താണ്, ദൈവിക ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള അവരുടെ തൗറാത്തിനെ കുറിച്ച് അറിവുള്ള ആൾക്കാരെയാണ് പറയുന്നതെന്ന് ആണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഓക്കെ, അവർക്കാണ് അള്ളാഹുവിന്റെ കലാം അറിയുന്നത്. അവരുടെ ഇടയിലെ പണ്ഡിതന്മാർക്കായിരുന്നു കലാം അറിയുന്നത്. നമ്മളെ പോലെ ഇന്നത്തെ അല്ലെ, നമുക്ക് ഇവിടെ എല്ലാവരുടെ കയ്യിലും ഖുർആനുണ്ട്, എല്ലാവരും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ആയിരുന്നില്ല അവരുടെ അവസ്ഥ. പണ്ഡിതന്മാർക്ക് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. അപ്പം ഇവിടെ കലാമുള്ള എന്ന് പറയുമ്പോൾ അത് എന്തിനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒന്നാമത്തത് തൗറാത്ത്, കാരണം അവരുടെ കയ്യിൽ തൗറാത്ത് ഉണ്ടായിരുന്നു അല്ലെ, അവർ തൗറാത്തിനെ മാറ്റിമറിക്കുകയായിരുന്നു. രണ്ടാമത്തത് ഖുർആനെയും ഉദ്ദേശിക്കാം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ബനി ഇസ്രായേൽ, അവര് ഖുർആൻ കേട്ട് കഴിഞ്ഞാലും അവരത് സ്വീകരിക്കൂല അല്ലെ, അത് അങ്ങനെയല്ല ഇങ്ങനെയാണ്, ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറഞ്ഞ് മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയായിരുന്നു. അപ്പൊ അവര് ഖുർആനെയും തൗറാത്തിനെയും എന്താണ് മാറ്റിമറിക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാണ്. എന്തുകൊണ്ടാണ് അവരങ്ങനെ എന്തിനാണ് അവരത് ചെയ്യുന്നത്? എന്തിനാണ് അവർ അള്ളാഹുവിന്റെ കലാമിനെ മാറ്റിമറിക്കുന്നത്? ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളെ നാട്ടിൽ തന്നെ പല നിയമങ്ങളുണ്ട് അല്ലെ? ആ നിയമത്തിന് എന്താ പറയാ, ഇങ്ങനെ ആക്ടുകൾ നമുക്ക് കാണാം. നിയമപുസ്തകത്തിനകത്ത് പല അമെന്റ്മെന്റ്സും പല ആക്ട്സും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ലോയർ അയാൾക്ക് അയാളുടെ ക്ലയന്റിനെ രക്ഷിക്കണം അല്ലെ, തെറ്റാണ് ചെയ്തതെന്ന് അറിയെങ്കിൽ പോലും അയാളുടെ ക്ലയന്റിനെ രക്ഷിക്കണം. അപ്പം അയാള് ആ ഒരു നിയമത്തിനെ തന്നെ വളച്ചൊടിച്ച് ഈ ക്ലയന്റിന് അല്ലെ, ഇയാളുടെ കക്ഷിക്ക് എന്ത് അനുകൂലമാകുമോ ആ രീതിയിൽ വാദിച്ച് ജയിക്കാറുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം ഒരുപാട് കേസുകൾ നമ്മളുടെ നാട്ടിലൊക്കെ, ഈവൻ പല പീഡനത്തിന് സംബന്ധിച്ച കേസുകളിൽ പോലും വക്കീലുമാര് ആ തെറ്റ് ചെയ്തവരെ രക്ഷിക്കാറുണ്ട്. അവര് നിയമങ്ങളെ വളച്ചൊടിച്ച് അവരുടെ കക്ഷിക്ക് അനുകൂലമായിട്ട് വാദിച്ചിട്ടാണ് അവര് ജയിച്ചു വരുന്നത്. അവരുടെ സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച് അതിനെ മാറ്റിമറിക്കുക. സുബ്ഹാനല്ലാഹ്.
അപ്പം ആളുകൾ ഇപ്പം ചിലർ അവർക്ക് ഖുർആാനിനനുസരിച്ച് മാറാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ, ചില ആളുകൾ എന്ത് ചെയ്യും, ഖുർആാനിനെ അവർക്കനുസരിച്ച് മാറ്റും. ഇല്ല, അവിടെ അത് അങ്ങനെയാട്ടോ പറയുന്നത്, ഇങ്ങനെയൊന്നും അല്ല, നിങ്ങൾ വിചാരിച്ച പോലെയല്ല. അപ്പൊ എന്തായി, ഖുർആാനും തെറ്റല്ല നമ്മളും തെറ്റല്ല എന്നായി. സുബ്ഹാനല്ലാഹ്. അവര് വിചാരിച്ച പോലെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ഖുർആൻ അവർ അത്യാവശ്യം നൈസായിട്ട് ഒന്ന് വളച്ചൊടിച്ച് പറഞ്ഞു വെച്ചിട്ടും ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളും അള്ളാഹുവിന്റെ കലാം, ഇത് പറഞ്ഞിരിക്കുന്നത് ബനി ഇസ്രായേലിലെ പണ്ഡിതന്മാര് അവരുടെ ഗ്രന്ഥത്തിനെ മാറ്റിമറിക്കുന്നതിനെ കുറിച്ചാണെങ്കിലും നമ്മൾ നമ്മളുടെ കലാമുല്ലാഹ് അല്ലെ, ഖുർആനിനെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അപ്പം നമുക്ക് എന്താണ്, ഖുർആനെ മാറ്റിമറിക്കാന്നുള്ള ഒരു ഓപ്ഷനേ ഇല്ല. ഇനി നമ്മൾ മാറിയില്ല എന്നാ ഖുർആനെ മാറ്റുകയും ചെയ്യാം, എന്നിട്ട് ഓക്കെ നമ്മൾ സെറ്റാണെന്ന് പറയാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. ഖുർആനിലെ പല സ്ഥലങ്ങളും റിബായെ കുറിച്ച് അല്ലെ, പലിശയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആയത്തുകളുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് ഒബ്വിയസ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ആയത്തുകളാണ്. പക്ഷെ പലരും അവരുടെ ആവശ്യത്തിനനുസരിച്ച് അതിനെ മാറ്റിമറിച്ച് അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറയാറുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് ശരിയാണെന്ന് വരുത്തി തീർക്കുന്ന പോലെ. അതേപോലെ തന്നെ യഹൂദികൾ അല്ലെ, ജൂതന്മാര് അവരവരുടെ ബുക്കിന് സ്ഥിരമായിട്ട് മാറ്റി 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 കാലങ്ങളായിട്ട് ഇപ്പോഴും അതെ അവർ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം അവർക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ചിലപ്പം സമൂഹത്തിലുള്ള സമ്പന്നരെ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കാം. അപ്പം ഇന്നത്തെ കാലത്തൊക്കെ പ്രത്യേകിച്ച് സമ്പന്നരെന്തെങ്കിലും വലിയ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ, സമൂഹത്തിൽ വലിയ പേരുള്ളവർ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് നാണക്കേട് വരുത്താതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വക്കീലന്മാരല്ലേ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ ബനി ഇസ്രായേലും ഇതുപോലെ പല ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഗ്രന്ഥങ്ങളെ മാറ്റി മറക്കുകയായിരുന്നു. തൗറാത്തിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള എല്ലാം അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടയാളങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു, അത് ഒന്നെങ്കിൽ മാറ്റി ഒന്ന് നൈസാക്കി തിരുത്തി എഴുതി, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് അവരുടെ ഗ്രന്ഥത്തിൽ ഇല്ലാത്ത പോലെ മാറ്റിക്കളഞ്ഞു. ഇനി അവർ ഖുർആനും ഇതുപോലെ മാറ്റാറും മറക്കാറും ഒക്കെ ഉണ്ടായിരുന്നു, ആളുകളെ കളിയാക്കാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. അവർക്ക് പറ്റുന്ന പോലെ അവർ മാറ്റി പറയുമായിരുന്നു. അതിനുള്ള എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പം ഒരു വ്യക്തിക്ക് ഇതുപോലെ റബ്ബിന്റെ കലാം മാറ്റാൻ പല റീസൺസ് ആവാം, പലരെ രക്ഷിക്കാനാവാം, പല ഉദ്ദേശങ്ങളോട് കൂടി അവർക്കത് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ആളുകൾ ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ടേ വേണ്ട. അവർക്കറിയാം, അവർക്ക് കൃത്യമായിട്ട് അറിയാം അവരെന്താ ചെയ്യുന്നതെന്നും അവർ തെറ്റാണ് ചെയ്തതെന്നും അവർക്കറിയാം. അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നവരാണ്. നമ്മൾ പറഞ്ഞ പോലെ ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ പറ്റില്ല. അവർ അറിഞ്ഞുകൊണ്ട് ആക്ട് ചെയ്യണം അല്ലെ. ഉറങ്ങിപ്പോയവരെയാണെങ്കിൽ നമുക്ക് വിളിച്ചുണർത്താം. അതുപോലെ അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്യുന്നവരെ, അറിഞ്ഞുകൊണ്ട് കലാമിനെ മാറ്റി മറിക്കുന്നവരോട് നമ്മൾ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അള്ളാഹു നമ്മളെ എല്ലാവരെയും നമ്മുടെ വരുന്ന തലമുറകളെയും ഇത്തരത്തിലുള്ള വലിയ തെറ്റുകളിൽ പെടുന്നതിനെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാട്ടെ. ആമീൻ. അപ്പം ഈ ഒരു ആയത്തില് എന്താ പറയുന്നത് വെച്ചാല്, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഗ്രന്ഥം ഖുർആൻ അല്ലെ, നമ്മുടെ കയ്യിലുള്ളത് ഖുർആനാണ്. ഖുർആനില് എന്തെങ്കിലും ഖുർആനിൽ ഇന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അത് തന്നെയാണ്, ആക്സെപ്റ്റ്. അത് അങ്ങനെ തന്നെ അങ്ങ് സ്വീകരിക്കുക. അതിനെ ചേഞ്ച് ചെയ്യാൻ നമുക്കൊരു വകുപ്പുമില്ല. ഖുർആനെ ചേഞ്ച് ചെയ്യാൻ നമുക്കൊരു വകുപ്പുമില്ല. നമ്മളെ ചേഞ്ച് ചെയ്യാനേ നമുക്ക് വകുപ്പുള്ളൂ. നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂല. കാരണം അള്ളാഹു ഈ ഗ്രന്ഥത്തിനെ പ്രിസർവ് ചെയ്യും എന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. സൂറത്ത് ഹിജ്റില് 9-ാമത്തെ ആയത്ത്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. തീർച്ചയായും നാം ആണ് ആ ഉത്ബോധനം അവതരിപ്പിച്ചത്, തീർച്ചയായും നാം അതിനെ കാത്തു സൂക്ഷിക്കുന്നതുമാണ്. അള്ളാഹുവിന്റെ ഉറപ്പാണത്. അപ്പൊ ആർക്കും ഖുർആന്റെ വാക്കുകളെ മാറ്റി മറിക്കാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും നടക്കൂല അല്ലേ. ആളുകൾ ശ്രമിക്കാറുണ്ട്, സുബ്ഹാനല്ലാഹ്, പല രീതിയിലും ശ്രമിക്കാറുണ്ട്, പക്ഷെ നടക്കൂല. കാരണം അള്ളാഹു ഖുർആനെ പലത് വഴിയും സുന്നത്ത് വഴി അള്ളാഹു പ്രിസർവ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഖുർആനിലുള്ള എല്ലാ കാര്യത്തിനും സുന്നത്തിന്റെ സപ്പോർട്ട് കൊടുത്തിട്ട്, ഹദീസുകളുടെ സപ്പോർട്ട് കൊടുത്തിട്ട് അള്ളാഹു പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അറബി ഭാഷ വഴി അള്ളാഹു സുബ്ഹാനഹു തആല പ്രിസർവ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇന്നലെ നമ്മൾ ഗ്രാമറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം എത്ര
കൃത്യമായിട്ടാണ് ഓരോ ഹർക്കത്ത് പോലും അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ഇട്ടിട്ടുള്ളത്. അതിന്റെ എല്ലാ റൂൾസും അറബിക് ഗ്രാമറിൽ ഉണ്ട് അല്ലെ, നമ്മൾ അറബി ഭാഷയിലുണ്ട്. അത് പഠിക്കുമ്പോൾ നമുക്ക് ശരിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കും ഇന്ന 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 കാര്യങ്ങളാണ് ഖുർആനിൽ പറഞ്ഞത്. ഇനി ആരൊക്കെ എങ്ങനെയൊക്കെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും അള്ളാഹുവിന്റെ കലാമാണ്, അത്ഭുതമാണ്, അത്ഭുതത്തിന്റെ കലവറയാണ് ഖുർആൻ. നമ്മളിനി മാറ്റി മറയ്ക്കാൻ ശ്രമിച്ചാലും അതിന്റെ അർത്ഥത്തിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പല രീതിയിലും അല്ലെ, ഇനി ഒരുപാട് ആളുകൾ ഹാഫിദുകളായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലെ ഖുർആൻ ഇറങ്ങിയ കാലം മുതൽ ഇന്ന് വരെ അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ ഒരു ഹർക്കത്ത് പോലും തെറ്റാതെ അള്ളാഹു ആ ഖുർആനെ പ്രിസർവ് ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്മൾ പലപ്പോഴും അതിനൊരു ഉദാഹരണമായിട്ട് പറയാറുണ്ട്, ലോകത്തുള്ള എല്ലാ ദൈവിക ഗ്രന്ഥങ്ങളും, അത് ബൈബിളും ഗീതയും എന്താണ് തൗറാത്തും ഖുർആനും ഒക്കെ എടുത്ത് ഫുൾ കത്തിച്ച് കളഞ്ഞു കഴിഞ്ഞാലും പിറ്റേ ദിവസം ഖുർആൻ അതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത്രയും ആളുകളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ഒരു ഹർക്കത്ത് പോലും തെറ്റാതെ അള്ളാഹു അത് എളുപ്പമാക്കിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹുവിന്റെ കലാമിനെ മാറ്റിമറിക്കാൻ ആർക്കും പറ്റൂല. അപ്പം ഖുർആൻ മാറ്റാൻ പറ്റൂല. പിന്നെ എന്താ മാറ്റേണ്ടത്? നമ്മളെ തന്നെ മാറ്റിക്കൊണ്ടേയിരിക്കുക. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ചിന്തയിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുക ഇൻഷാ അല്ലാഹ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ത്രൂ ഔട്ട്, ആദ്യം മുതൽ അവസാനം വരെ ഒറ്റ കാര്യമാണ്: പഠിക്കുക, ചേഞ്ച് ചെയ്യുക, അള്ളാഹുവിന് വേണ്ടി ചേഞ്ച് ചെയ്യുക, അള്ളാഹു പറഞ്ഞതുപോലെ ചേഞ്ച് ചെയ്യുക, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യുക, നമ്മളെ കറക്റ്റ് ചെയ്യുക. ഓക്കെ. അപ്പം ചേഞ്ച് ചെയ്യാന്ന് പറയുമ്പം നമ്മൾ പൊതുവേ വിചാരിക്കാറ്, പുതിയ എന്തെങ്കിലും സുന്നത്തുകൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അത് കൊണ്ടുവരാം, പുതിയ ദ്വാകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പഠിക്കുക, പുതിയ ദിക്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പഠിക്കുക. ഇനി അഡീഷണൽ ആയിട്ട് നമ്മളുടെ അവയവങ്ങൾക്കോ നാവിനോ എന്തെങ്കിലും എക്സസൈസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം അല്ലെ. അതാണ് നമ്മളുടെ ചേഞ്ച് ചെയ്യലും പഠിക്കലും ഒക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു വെച്ച പശുവിനെ അറക്കുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്. അതുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒന്ന് പറയട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എപ്പോഴും അള്ളാഹു നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്. എന്തിന്? നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. നമ്മളെ ലക്ഷ്യം എന്താണ്? അള്ളാഹുവിന്റെ തൃപ്തി അല്ലെ. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസദിന്റെ എല്ലാ അറ്റാച്ച്മെന്റും കട്ട് ചെയ്തിട്ട് അള്ളാഹുലേക്ക് എത്താൻ വേണ്ടിയിട്ടാണുള്ള, അള്ളാഹുലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പം അതിനുവേണ്ടി അള്ളാഹു നമുക്ക് എപ്പോഴും ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഓരോ കുഞ്ഞി ട്വിസ്റ്റും അത് അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള, നമ്മുടെ ലോകത്തുള്ള അറ്റാച്ച്മെന്റ് കളയാൻ വേണ്ടിയിട്ടാണ്. പല സിറ്റുവേഷൻസ് നമുക്ക് തന്നിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ പ്രാക്ടിക്കൽ ക്ലാസ്സസ് തന്നുകൊണ്ട് അല്ലെ, ഇതുപോലെയുള്ള തിയറി ക്ലാസ് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു സൈഡിൽ കൂടെ തരും, എന്നിട്ട് നമുക്ക് പ്രാക്ടിക്കൽ എക്സ്പെരിമെന്റ്സ് അള്ളാഹു നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? നമ്മളുടെ എല്ലാ പശുക്കളെയും അറുത്തറുത്ത് കളയാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇമാജിൻ പോലും ചെയ്യാത്ത രീതിയിലാണ് പലപ്പോഴും, ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പലപ്പോഴും, നല്ല മിക്കവാറും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പെരിമെന്റ് നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്, നമ്മളെ ലക്ഷ്യത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഒരു ആക്സെപ്റ്റിംഗ് ആണ് അള്ളാഹു നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുതരുന്ന ആ ഒരു കുഞ്ഞി അല്ലെങ്കിൽ വലിയ ട്വിസ്റ്റുകളും ചേഞ്ചുകളും സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും ആദ്യത്തെ ചേഞ്ച്. ഒരിക്കലും ഖുർആനെ ചേഞ്ച് ചെയ്യാൻ നമുക്കൊരു ഓപ്ഷനേ ഇല്ല. അള്ളാഹുവിന്റെ വിധികളെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ, അള്ളാഹുവിന്റെ ഖദറിനെ നമ്മൾ പോയിട്ട് എഴുതി തിരുത്തി മാറ്റിയെടുക്കാന്ന് വെച്ചാൽ നടക്കില്ല. അത് അള്ളാഹു തന്നെ തിരുത്തണം. ഓക്കെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതിൽ നിന്ന് എന്ത് ലെസണാണ് എനിക്ക് പഠിക്കാനുള്ളതെന്ന് ചിന്തിക്കുക. എന്ത് മാറ്റമാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്? ഈ ഒരു എക്സ്പെരിമെന്റ് പാസ്സാവാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ലാബിൽ കയറി കഴിഞ്ഞാൽ അല്ലേ, ഇപ്പോൾ കോളേജിലൊക്കെ ഒരു ലാബിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്പെരിമെന്റ് തരും ടീച്ചർ. നമ്മൾ ആ എക്സ്പെരിമെന്റിനുള്ള തിയറി ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അത് അവിടെ ചെന്ന് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ആ എക്സ്പെരിമെന്റ് പാസ്സാവാൻ പറ്റുള്ളൂ അല്ലെ. നമ്മളെ മക്കളൊക്കെ ലാബ് എക്സാം പാസ്സായി എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അവർ പഠിച്ച തിയറി അവിടെ ഒരു എക്സ്പെരിമെന്റ് കിട്ടിയപ്പം അവിടെ അത് അപ്ലൈ ചെയ്തിട്ടാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഒരു അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ചേഞ്ച് എന്തായാലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊരു പരീക്ഷണം, നമ്മുടെ ജീവിതത്തിൽ ഒരു ട്വിസ്റ്റ്, ഒരു ചേഞ്ച്, ഒരു എന്താ പറയാ, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം റബ്ബ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൽ അള്ളാഹു നമ്മളെ അടുത്ത് നിന്ന് എന്തോ ഒരു ചേഞ്ച് അള്ളാഹു ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏതോ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്തേ മതിയാകും. അപ്പം ഏറ്റവും ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുന്നത് അള്ളാഹു തന്ന ആ ഒരു ട്വിസ്റ്റിന്, അള്ളാഹു തന്ന ആ ഒരു എക്സ്പെരിമെന്റിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്, ഇത് അള്ളാഹു എനിക്ക് അവനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി തന്ന ഒരു ചാൻസ് ആണെന്ന് ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് എന്ത് ചേഞ്ച് ആണോ നമുക്ക് വേണ്ടത് ആ ചേഞ്ച് വരുത്തിക്കൊണ്ടിരിക്കുക.
ചിലപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെന്റ് കഴിഞ്ഞ് പുറത്തേക്ക്, ലാബിന്റെ പുറത്തേക്ക് വരുമ്പോൾ വേറെ തന്നെ ഒരു വ്യക്തിയായിട്ടായിരിക്കും വരുന്നത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള, അള്ളാഹ് വിചാരിച്ച രീതിയിൽ ഒരു മാറ്റം അല്ലെ. നമ്മളൊക്കെ നമ്മളുടെ ജീവിതത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ മാറി മാറി, അതെന്ന് വെച്ചാൽ നമ്മളെ കുത്തിയും ചവിട്ടിയും മാറ്റിയതാണ് അന്ന് അല്ലെ. നമുക്ക് സ്വീകരിക്കാൻ അത്ര മനസ്സുകൊണ്ട് തയ്യാറുണ്ടായിരുന്നില്ല നമ്മള് ആ പരീക്ഷണങ്ങളൊന്നും. അപ്പൊ നമ്മൾ അത് മനസ്സുകൊണ്ട് സ്വീകരിച്ചിട്ട് അള്ളാഹ് എന്താണോ എന്നെ കൊണ്ട് ഈ ഒരു കാര്യം കൊണ്ട് എന്നെ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പഠിച്ച് മാറ്റി മാറി മാറി നമ്മൾ ആ പരീക്ഷണത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ വേറെ തന്നെ ഒരു വ്യക്തിയായിട്ട്, നമ്മളുടെ പല ജസത്തിന്റെ അറ്റാച്ച്മെന്റും കളഞ്ഞ ഒരു വ്യക്തിയായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ നമ്മളെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും റെസിസ്റ്റൻസ് ആണ്. പറ്റൂല, ഞാൻ വിചാരിച്ച പോലെ നടന്നാൽ മതി എന്റെ കാര്യം, ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് ശരിയാന്ന് തോന്നിയതുപോലെ നടന്നാൽ മതി, അല്ലാത്തത് എന്ത് വന്നു കഴിഞ്ഞാലും എനിക്ക് സഹിക്കാൻ പറ്റൂല അല്ലെ. നമ്മൾ ഭയങ്കര അഡമന്റാ, നമുക്ക് വാശിയാ. ഇല്ല ഇല്ല ഇല്ല, അസുഖങ്ങളൊന്നും വരാൻ പാടില്ല, അല്ലെങ്കിൽ മക്കള് പരീക്ഷയിൽ തോക്കാൻ പാടില്ല, അല്ലെങ്കിൽ മക്കൾക്ക് ഹിദായത്ത് ഞാൻ വിചാരിച്ച പോലെ നിർബന്ധമായിട്ട് വേണം, അല്ലെങ്കിൽ വീട് ഞാൻ വിചാരിച്ച സമയത്ത് ആവണം അല്ലെ, അല്ലെങ്കിൽ ജോലി ഇന്ന രീതിയിലുള്ള ജോലി തന്നെ കിട്ടണം. നമ്മൾ ഡിസൈഡ് ചെയ്യുക പലപ്പോഴും അല്ലെ. ഇല്ല, ഈ ചേഞ്ച് ഞാൻ ആക്സെപ്റ്റ് ചെയ്യൂല, ഞാൻ മാറുകയില്ല. അതാണ് പലപ്പോഴും നമ്മളെപ്പോഴും ഈ ഒരു റെസിസ്റ്റൻസ് കൊണ്ടിരിക്കുക. നമുക്ക് ചേഞ്ച് എന്ന് പറയുന്ന സാധനം ഇഷ്ടമല്ല. നമ്മൾ എന്ത് ചെയ്യും, അതെന്നെ പറഞ്ഞ് കരഞ്ഞ് 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 കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു രക്ഷയില്ല. അള്ളാഹ് നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കരഞ്ഞിരിക്കുന്നേ രക്ഷയുള്ളൂ. പകരം ബുദ്ധിയുള്ളവർക്ക് പ്രാക്ടിക്കലായിട്ട് അതിനെന്താണോ അല്ലെ, നമുക്ക് എന്ത് പരീക്ഷണമാണോ വന്നത് അതിൽ നമുക്ക് പ്രാക്ടിക്കലി എന്ത് സ്റ്റെപ്പ് എടുക്കണോ അതെടുക്കാം. ദുആ ചെയ്ത് അള്ളാഹുവിന്റെ അടുത്ത് സഹായം തേടിക്കൊണ്ടേയിരിക്കാം. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചേഞ്ച് ആണോ എന്റെ റബ്ബ് ഉദ്ദേശിച്ചത്, അതെന്താണോ റബ്ബിന്റെ അടുത്തും ചോദിച്ച് മനസ്സിലാക്കി മാറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കാം. അതൊരു അവസരമാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് ഓരോ അവസരങ്ങളും തന്നുകൊണ്ടിരിക്കുക. ഓക്കെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വിചാരിച്ച പോലെ ആ കാര്യം നടക്കാൻ വേണ്ടി ഏതറ്റം വരെ നമ്മൾ പോവും. ചിലപ്പോൾ നമ്മൾ അള്ളാഹ്ക്ക് കൈക്കൂലി കൊടുക്കും അല്ലെ. നമ്മളെല്ലാവരും അള്ളാഹ്ക്ക് കൈക്കൂലി കൊടുക്കാറുള്ളത് നമ്മൾ വിചാരിച്ച പോലെ ആ കാര്യം നടക്കാൻ വേണ്ടി. പല രീതിയിൽ കൈക്കൂലി അല്ലേ, നോമ്പെടുത്തിട്ടും സദഖ കൊടുത്തിട്ടും എക്സ്ട്രാ കുറേ നിസ്കരിക്കും. അതെന്തിനാ, ഞാൻ വിചാരിച്ച പോലെ ഈ കാര്യം നടക്കാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞ കാര്യങ്ങളല്ല, ഈ നോമ്പും ഈ സദഖയും ഈ നമസ്കാരവും ഒക്കെ നമുക്ക് ഈ കാരണങ്ങളൊന്നും ഇല്ലാണ്ട് ലാവിഷായിട്ട് ചെയ്യാം. റബ്ബിന് വേണ്ടിയിട്ട് ഇബാദത്തായിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ ഈ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ചെയ്യും. ഇനി ചിലര് പല രീതിയിലും ഷിർക്കിൽ ചെന്ന് പെടും എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ കാലത്ത് ഒരുപാട് വഴികളുണ്ട് ഇത്തരത്തിൽ ഷിർക്ക് ചെന്ന് പെടാൻ വേണ്ടി. അതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും നമ്മളിപ്പോ പോണേ ഇല്ല. ചിലപ്പോൾ നമുക്ക് അറിയ പോലും ഇല്ല അത് ഷിർക്കാണെന്ന്. സുബ്ഹാനല്ലാഹ്. ആൻഡ് ഇതിനൊക്കെയുള്ള ഏറ്റവും മോശം അല്ലെങ്കിൽ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നമ്മൾ ഇതുപോലെ നമുക്ക് വേണ്ട ഒരു കാര്യം ഇതുപോലെ വേറെ ഏതെങ്കിലും റൂട്ട് എടുത്ത് നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പം അള്ളാഹു സുബ്ഹാനഹു തആല ഹാപ്പി ആയിട്ട് നമുക്കത് നടത്തി തരും. അപ്പൊ നമ്മൾ വിചാരിക്കും, ഇതാ ശരിയായ വഴി, അന്ന് ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് എന്റെ ആ കാര്യം നടന്നു, അപ്പൊ അതാ ശരിയായ വഴി അല്ലേ. അതിനി ശിർക്ക് ചെയ്തിട്ടാണെങ്കിലും, ഇനി വേറെ ഏതറ്റം വരെ അള്ളാഹു ഹറാമാക്കിയ കാര്യം ചെയ്തിട്ടാണെങ്കിലും, അള്ളാഹുവിന് കൈക്കൂലി കൊടുത്തിട്ടാണെങ്കിലും അത് നടത്തി തരുമ്പോ നമ്മൾ ചോദിക്കാം, അപ്പൊ ഇതാ വഴി. അള്ളാഹ്ക്ക് എന്താ, പോയിക്കോട്ടെ, നിങ്ങൾ ഏത് വഴിയിലേക്കാണോ തിരിഞ്ഞ് അങ്ങോട്ട് പോയിക്കോ. നിങ്ങൾക്ക് തൗഹീദും എന്റെ മുകളിലുള്ള തവക്കലും എന്റെ മുകളിലുള്ള ഡിപ്പെൻഡൻസും എന്റെ കദറിലുള്ള വിശ്വാസം ഒന്നും അല്ലല്ലോ വലുത്, നിങ്ങൾക്ക് ഈ കാര്യം നടക്കലല്ലേ വലുത്, പോയിക്കോ, ആ വഴിക്ക് പോയിക്കോ. അള്ളാഹ് അത് എളുപ്പാക്കി തരും. കൂടുതൽ കൂടുതൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അള്ളാഹു നമുക്ക് ഉണ്ടാക്കി തരും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ആഗ്രഹിച്ച പോലെ നടക്കാൻ വിചാരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നമ്മളൊരു കാര്യം ഇന്നതാണ് ശരിയെന്ന് നമുക്ക് തോന്നിയിട്ട് അത് അങ്ങനെ നടക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നമുക്ക് അള്ളാഹുവിൽ 100% തവക്കുൽ ചെയ്തിട്ട് ദുആ ചെയ്യാം. അതിനുവേണ്ട പ്രാക്ടിക്കൽ സ്റ്റെപ്പുകൾ എടുക്കാം. അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ ആ ഒരു കാര്യം ഇന്ന രീതിയിൽ നടന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് നമ്മളെ ഫോക്കസിനെ ബ്ലോക്ക് ചെയ്യരുത്. നമ്മളുടെ ഉദ്ദേശം, നമ്മളുടെ ജീവിതം, നമ്മൾ എന്തിനാ ജീവിക്കുന്നേ, നമ്മൾ ഓരോ കാര്യങ്ങൾ എന്തിനാ ചെയ്യുന്നത്, നമ്മുടെ വിഷനില്ലേ, നമ്മളെ കാഴ്ചയെ അത് മങ്ങലേൽപ്പിക്കരുത്. അള്ളാഹുവിന്റെ പ്ലാനുകളെ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. അള്ളാഹു തരുന്ന ഓരോ ട്വിസ്റ്റുകളും, നമ്മൾ വിചാരിക്കാവുന്ന പോലെ നടക്കാത്ത ഓരോ കാര്യങ്ങളും നമുക്ക് മാറാൻ വേണ്ടിയിട്ട്, ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് പഠിക്കാൻ വേണ്ടി അള്ളാഹ് തരുന്ന ഒരു അവസരമാണ്. അള്ളാഹുവിന്റെ ഖദറിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് അടുക്കാൻ വേണ്ടി തരുന്ന ഒരു അവസരമാണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ചെയ്യാം, നമുക്ക് ദുആ ചെയ്യാം, നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടി ദുആ ചെയ്യാം. അതും അള്ളാഹുവില് ഡിപ്പെൻഡ് ചെയ്യലാണ്. അള്ളാഹ്ക്ക് അത് ഇഷ്ടമാണ്. നമുക്ക് അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അതിനു വേണ്ടി നമുക്ക് വേണ്ട കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പ്രാക്ടിക്കൽ സ്റ്റെപ്പുകൾ എടുക്കാം. അതും റബ്ബിന് ഇഷ്ടമാണ്.
പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനകത്ത് അങ്ങ് നമ്മളെ ഹൃദയം കൊണ്ട് അതിനകത്ത് പെട്ടുപോയിട്ട് ഓവർ എക്സേർഷൻ കൊടുത്തിട്ട് നമ്മളെ ഹൃദയം ഹൃദയത്തിന് അത് പിടിച്ചു വെച്ചിട്ടുണ്ടാവും. നമ്മൾ എല്ലാത്തിനെയും അത് ബാധിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ എക്സ്ട്രീം സ്റ്റെപ്പുകൾ എടുക്കുന്നത്. ഹറാമായാലും കുഴപ്പമില്ല, ഷിർക്കായാലും കുഴപ്പമില്ല, കൈക്കൂലി കൊടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, അല്ലെ? നമ്മൾ എങ്ങനെയെങ്കിലും അത് നടത്തുക എന്നുള്ളതിലേക്ക് എത്തുന്നത് നമ്മളെ ഹൃദയത്തിന് അത് പിടിച്ചത് കൊണ്ടാണ്. നമ്മളെ ഹൃദയത്തില് അള്ളാഹ് മതി, അള്ളാഹിന്റെ തൃപ്തി മതി. ഐഹികമായ കാര്യങ്ങൾ കയ്യിൽ നിന്നോട്ടെ. നമ്മളെ കയ്യിൽ ലോകവും ഇഹലോകവും, ഹൃദയത്തില് പരലോകമാണ്, അല്ലെ? ഹൃദയത്തിൽ അള്ളാഹുവും കയ്യിൽ ഇഹലോകമാണ്. അത് നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് അതിനുവേണ്ടി ദുആ ചെയ്യാം, അതിനുവേണ്ടി സ്റ്റെപ്പ് എടുക്കാം. എപ്പോഴും അത് റബ്ബിൽ ഡിപ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഉപയോഗിച്ചാൽ മതി. നമ്മൾ ഐഹികമായിട്ടുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഇന്ന രീതിയിൽ നടക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് എന്തായിട്ട് ഉപയോഗിക്കാന്നറിയോ? അതിനുവേണ്ടി എനിക്ക് റബ്ബിൽ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാലോ, അതിനുവേണ്ടി റബ്ബിനോട് എപ്പോഴും ദുആ ചെയ്യാലോ, അല്ലെ? അത് റബ്ബിനോട് എന്നെ അടുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാക്കണം. ഒരിക്കലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇന്ന രീതിയിൽ നടക്കണം എന്ന് വിചാരിച്ചത് നമ്മൾ റബ്ബിൽ നിന്ന് അകറ്റാനുള്ളതാകരുത്. അപ്പൊ അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ആക്സെപ്റ്റ് ചെയ്യുക. റബ്ബ് തരുന്നത് എന്ത് ട്വിസ്റ്റ് ആണെങ്കിലും എന്ത് ടേൺ ആണെങ്കിലും ആക്സെപ്റ്റ് ചെയ്യുക. നമ്മളെ കണ്ണിൽ തെറ്റാണ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്ന് കൂടി ഹൈർ കൊണ്ടുവരാൻ പറ്റുന്നവനാണ് റബ്ബ്. ചിലപ്പോൾ നമ്മൾ ചെയ്ത തെറ്റുകളായിരിക്കും, ആ തെറ്റുകളിൽ നിന്നും റബ്ബിന്റെ അടുത്ത് ഡിപ്പെൻഡ് ചെയ്യേണ്ട രീതിയിൽ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഹൈർ കൊണ്ടുവരാൻ പറ്റുന്നവനാണ് നമ്മളുടെ റബ്ബ്. ചിലര് ഭയങ്കര, എനിക്ക് ഈ അടുത്ത് കിട്ടിയ കുറെ കംപ്ലൈൻസിൽ ഒന്നാണ് അവരുടെ മക്കളുടെ ഹിദായത്തിനെ കുറിച്ചുള്ള വിഷമം. ഭയങ്കര അഡമന്റ് ആയിട്ട് അവര് എന്താണോ എങ്ങനെയാണോ അവരെ മക്കൾ ബിഹേവ് ചെയ്യണമെന്ന് അവർ വിചാരിക്കുന്നത് അതുപോലെ ആയിട്ടില്ലെങ്കിൽ അവർക്ക് ഭയങ്കര വെറുപ്പ്, ഭയങ്കര ഡിപ്രഷൻ, കുട്ടികളുടെ അടുത്ത് മിണ്ടുന്നില്ല, അല്ലെങ്കിൽ വലിയ കുട്ടികളാണെങ്കിൽ വീട്ടിൽ കയറ്റൂല. അവരെ വിചാരം ഞാൻ ഇത്രയൊക്കെ നോക്കിയിട്ടും എന്റെ മോൻ അല്ലെങ്കിൽ എന്റെ മോള് ഇങ്ങനെ ആയിപ്പോയല്ലോ, ഞാൻ ഇത്ര നല്ല തർബിയ കൊടുത്തിട്ടും ഇത്ര നല്ല സിറ്റുവേഷൻ കൊടുത്തിട്ടും ഇങ്ങനെ ആയിപ്പോയല്ലോ. ഒന്ന് ചിന്തിച്ചു നോക്കേ, എത്ര എത്ര പോപ്പ് സിംഗേഴ്സ് ആണ്, എത്ര സിനിമാ നടന്മാരും നടിമാരുമാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. ഇതൊക്കെ ഇവരെ ഉമ്മമാർ ഇങ്ങനെ ബേജാറായി ഡിപ്രഷൻ അടിച്ച് അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് വരുന്നതാ? ഒരിക്കലും അല്ല. അവരുടെ ഹൃദയത്തിൽ എവിടെയോ എവിടെയോ ഒരു തുള്ളി ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഇഷ്ടമുണ്ടായിരുന്നു, ഇത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ആഗ്രഹം എവിടുന്നോ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിലായിരിക്കില്ലേ, അല്ലെ? സുബ്ഹാനല്ലാഹ്. അവരൊക്കെ അവരുടെ അമ്മമാർക്ക് ഇതിനെക്കുറിച്ച് വല്ല ചിന്തയുണ്ടായിരുന്നോ? പക്ഷെ നമുക്ക് ഡിപ്രഷനാണ്. എൻ്റെ മോള് അല്ലെങ്കിൽ എൻ്റെ മോൻ ഞാൻ വിചാരിച്ച പോലത്തെ ഹിദായത്ത് അവന് കിട്ടിയിട്ടില്ല. അവരെ വീട്ടിൽ നിന്നും പുറത്താക്കുക, അല്ലെങ്കിൽ അവരോട് മിണ്ടാണ്ടിക്കുക, ദേഷ്യം. എനിക്ക് ദേഷ്യം ഇല്ലാണ്ട് കാണിക്കാൻ പറ്റുന്നില്ല, സ്നേഹം കാണിക്കാൻ പറ്റുന്നില്ല. നമ്മളെ ഡ്യൂട്ടി ആ ഒരു തുള്ളി ഒരു ഇഷ്ടമുണ്ടല്ലോ അത് അവരുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുക. ആൻഡ് ഈ ഒരു ഇഷ്ടം എന്ന് പറയുന്ന സാധനം ഒരിക്കലും നമ്മളിങ്ങനെ നാവ് കൊണ്ട് ലെക്ചർ കൊടുത്തതുകൊണ്ട് വരൂല. അത് നമ്മളെ ലവ്ലി, നമ്മളെ ഭയങ്കര സ്നേഹത്തോടു കൂടി, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാണിച്ചു കൊടുക്കണം. ഒരു തരത്തിലും എൻ്റെ ഉമ്മ കാണിച്ചു തന്നതിനേക്കാൾ നല്ലത് ദുനിയാവിൽ വേറൊന്നുണ്ട് എന്ന് അവർക്ക് തോന്നാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അവർ അതിലേക്ക് എത്തിക്കോളും. പകരം നമുക്ക് ഹാർഷ്നെസ് ആണ്, അല്ലെ? നമുക്ക് നമ്മൾ കൊടുക്കുന്ന ലെക്ചർ, നമ്മൾ നാവ് കൊണ്ട് കൊടുക്കുന്ന ദാവ് കൊണ്ട് അവരെത്തിക്കൊള്ളണം. സത്യമാണ്, പുറത്തുള്ളവര് ലെക്ചർ കൊടുത്താൽ നന്നാവും, പക്ഷെ വീട്ടിലുള്ളവർക്ക് അത്ര എളുപ്പമല്ല. 1 മണിക്കൂറിന്റെ ലെക്ചർ കൊണ്ടൊന്നും ആരും നന്നാവൂല. സുബ്ഹാനല്ലാഹ്, സത്യമാണ്. ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ എത്രയോ ആളുകൾ നന്നാവുണ്ട്, പക്ഷെ എൻ്റെ വീട്ടിലുള്ളവരെ മാറ്റണമെങ്കിൽ ഒരു 20 കൊല്ലം ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉള്ളതാണ് അതല്ലേ? അവര് നമ്മളെ കൂടെ ഉള്ളവരാണ്, നമ്മളെ ജീവിതം ഫീൽ ചെയ്യുന്നവരാണ്, കേൾക്കുന്നവരല്ല. നമ്മളുടെ വീട്ടിലുള്ളവര് നമ്മളുടെ ജീവിതം ഫീൽ ചെയ്യുന്നവരാണ്, എക്സ്പീരിയൻസ് ചെയ്യുന്നവരാണ്. അതിനെ അവരെ മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർക്ക് ഹിദായത്തില്ല എന്ന് പറയുന്ന ആ ഒരു കാര്യം ഒരിക്കലും നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടുത്തരുത്. ഓക്കെ, നമ്മൾ ജീവിതത്തിലേക്ക് പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ട ലെസൺസ് നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഒരിക്കലും അവർക്ക് ഹിദായത്തില്ലാത്ത, അല്ലെങ്കിൽ അവർ നമ്മൾ വിചാരിച്ചിടത്ത് എത്താത്ത കാര്യം ഒരിക്കലും തടസ്സമാവരുത്. നൂഹ് അലൈഹി ഇസ്ലാമിന് അങ്ങനെ ഫോക്കസ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, നൂഹ് അലൈഹി ഇസ്ലാമിന് ഒരുപാട് വിഷമമുണ്ടായിരുന്നു മകന്റെ കാര്യത്തില്. നമുക്ക് ഇത്രയും എന്താ പറയാ, ഇത്രയും ദാവ ചെയ്ത, ഏറ്റവും പീക്ക്, അല്ലെ, 950 വർഷം ദാവ ചെയ്ത ഒരു നബീനെ നമുക്ക് കിട്ടില്ലായിരുന്നു അലൈഹി ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്, അല്ലെ, ഏറ്റവും പ്രിയപ്പെട്ടത് ഹിദായത്തിലേക്ക് വരാതെ മരിച്ചു പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന് ഫോക്കസ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ പറയുന്നത് ഒന്നും നമുക്ക് കിട്ടൂലായിരുന്നു. ഈ പറഞ്ഞ ഒരു ഹിദായത്തും അത് പറഞ്ഞ് ഡിപ്രസ്ഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, ദുആ ചെയ്തു, കരഞ്ഞു, ഒക്കെ ചെയ്തു. പക്ഷേ ഫോക്കസ് നഷ്ടപ്പെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി, അല്ലെ?
ഈ പറഞ്ഞ ഡിപ്രഷൻ ഉണ്ടല്ലോ, നമ്മൾ വിചാരിച്ച പോലെ ആ കാര്യം, ഞാൻ ഈ ഒരു കാര്യം, ഈ ഒരു ഉദാഹരണം എടുത്തു എന്നുള്ളൂ കേട്ടോ, ഇതെല്ലാത്തിലും ആപ്ലിക്കബിൾ ആണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ്. ഈ ഒരു ഉദാഹരണം ഭയങ്കര കോമൺ ആയിട്ട് നമ്മളെ കമന്റ് ഇടയിൽ വരുന്ന ഒരു കംപ്ലൈന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഒരു ഈ ഉദാഹരണം എടുത്തത് കേട്ടോ. ഈ പറഞ്ഞ രീതിയിൽ നമ്മളെ മക്കളുടെ ഹിദായത്തിന്റെ പേരിൽ ഡിപ്രസ്ഡ് ആവുന്നത് ഇബിലീസിന്റെ ഇൻഗ്രീഡിയന്റ് ആണ്. ഞാൻ എപ്പോഴും പറയാണ്ട്, ഇബിലീസ് എന്ന് പറയുന്നത് നിരാശയാണ്. ഇബിലീസ് നമ്മളുടെ ഹൃദയത്തിൽ ഇട്ടുതരാ നിരാശയാണ്. അത് ആദ്യം ഇബിലീസ് ഐഹികമായ കാര്യങ്ങളിലൊക്കെ ട്രൈ ചെയ്യും. ഓക്കെ, ചിലപ്പോൾ വീടില്ലാത്തതിന്റെ പേരിലോ മക്കളെ ഇല്ലാത്തതിന്റെ പേരിലോ ഇനി ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കുന്നതിന്റെ പേരിലൊക്കെ ഉള്ള നിരാശകളൊക്കെ ഇട്ട് കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് ഒരുവിധം ദീനിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ അതൊന്നും നമുക്കൊരു പ്രശ്നമില്ലാണ്ടാവും. അപ്പൊ ഇബിലീസ് എന്തെന്നറിയാറോ, ഇസ്ലാമികമാണെന്ന് തോന്നുന്ന ഒരു നിരാശ അങ്ങോട്ട് ഇട്ട് തരും. അതാണ് ഇത്, ആ ഐറ്റം ആണിത്. എന്ത്, ഹിദായത്തുണ്ടായിട്ട് എന്റെ മക്കൾക്ക് ഹിദായത്തുണ്ടായില്ലല്ലോ സുബ്ഹാനല്ലാഹ്. അത് ആ ഒരു നിരാശ ഇട്ടെന്ന് എന്തായി, നമ്മൾ അതിനകത്ത് സ്റ്റക്കായി, നമ്മളെ ഇബാദത്തുകളൊക്കെ അത് ബാധിക്കാൻ തുടങ്ങി അല്ലേ. നമുക്ക് നിരാശപ്പെടാൻ സമയമില്ല. ഓടിക്കൊണ്ടേയിരിക്കുക, പ്രതീക്ഷയോടുകൂടി ഓടിക്കൊണ്ടേയിരിക്കുക. നമ്മൾക്കും മറ്റുള്ളവർക്കും വേണ്ടി പ്രതീക്ഷിക്കുക. നമ്മളെയും അള്ളാഹു സുബ്ഹാനഹു തആല കൂടുതൽ മെച്ചപ്പെടാൻ സഹായിക്കും. നമ്മളുടെ തെറ്റുകളും അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു തരും, അതുപോലെ മറ്റുള്ളവരുടെയും. ആ പ്രതീക്ഷയോടുകൂടി, ആ ഭയത്തോടുകൂടി ഓടിക്കൊണ്ടിരിക്കുക. നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. പുതിയ ലെസൺസ് പഠിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കുക, കറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, തൗബ ചെയ്തുകൊണ്ടേയിരിക്കുക, ഇൽമുകൾ അമലാക്കി മാറ്റിക്കൊണ്ടേയിരിക്കുക, പഠിക്കുക, കറക്റ്റ് ചെയ്യുക, പഠിക്കുക, കറക്റ്റ് ചെയ്യുക, ദുആ ചെയ്യുക, മറ്റുള്ളവർക്കൊരു മാതൃകയാവുക, മറ്റുള്ളവർക്കൊരു മാതൃകയായിക്കൊണ്ട് മുന്നോട്ട് പോവുക. ചിലപ്പം ഇന്ന് നടക്കാത്തത് ഒരു 10 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മള് ഇവരെന്താ ഇങ്ങനെയെന്ന് വിചാരിച്ചവരിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ടാവും. സുബ്ഹാനല്ലാഹ്, നമ്മളെ മാറ്റാൻ മാത്രം അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ ജീവിതത്തിൽ ബർക്ക കൊടുത്തേക്കാം. നമുക്ക് ഇപ്പൊ നെഗറ്റീവാണ്, റോങ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ, നമ്മളുടെ കണ്ണിൽ തോന്നുന്നതിന് എന്തിൽ നിന്നും ഹയർ കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് റബ്ബ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇതിന് വലിയൊരു ഉദാഹരണം വേറെ ഇല്ല അല്ലെ. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവിനെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആക്കി കൊണ്ടുവരാൻ റബ്ബിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബിന് കഴിയാത്തത് ഒന്നുമില്ല. ആക്സെപ്റ്റ്. ജീവിതത്തിൽ എന്ത് ട്വിസ്റ്റും ടേണും വന്നു കഴിഞ്ഞാൽ, എന്തും ദിവസം ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എന്തൊരു ട്വിസ്റ്റും ടേണും ആക്സെപ്റ്റ് ചെയ്യുക. ഇത് റബ്ബിൻ്റെതാണ്. ചേഞ്ച് ചെയ്യുക. ചേഞ്ചിന്റെ റെസിസ്റ്റൻസ് അങ്ങ് ഒഴിവാക്കി കളയാം. നമ്മളെ ജീവിതം എന്ന് പറയുന്നതേ അതാണ്, ചേഞ്ച് 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 ചേഞ്ച്. ഓ ഞാനൊക്കെ സെറ്റ് ആയിരിക്കണം, ഞാനൊക്കെ കറക്റ്റ് ആയിരിക്കണം എന്നുള്ള ചിന്തയെ അങ്ങ് മാറ്റിക്കോ. എനിക്ക് ഇനിയും ഇന്ന് എന്തോ ഒന്ന് തിരുത്താനുണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞ് എന്താ തിരുത്താനുള്ളതെന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ നമുക്ക് നമ്മളെ തെറ്റുകൾ ഇങ്ങനെ കാണാൻ പറ്റും. പലരും നമ്മളെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കാണാം. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ തെറ്റുകൾ കാണിച്ചു തരുന്നത് കാണാം. അത് അന്വേഷിച്ച് നടക്കുക. എവിടെയാ എനിക്ക് ചേഞ്ച് ചെയ്യാനുള്ള ആ ചലഞ്ചും കൊണ്ട് നടക്കുക. അത് ഐഹിക ജീവിതത്തിൽ ഒരുപാട് സഹായിക്കൂട്ടോ. നമ്മൾ ചലഞ്ച് എടുക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ നമ്മൾ കംഫർട്ട് സോണിൽ മാത്രമേ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റവും ഒരു പുരോഗതിയും എവിടെ എത്തൂല, ഇഹത്തിലും എത്തൂല, പരത്തിലും എത്തൂല. അപ്പൊ അള്ളാഹ് കൊണ്ടുവരുന്ന ആ ചലഞ്ചസ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്യുക, എല്ലാത്തിനും വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുക. കാരണം അള്ളാഹു അൽ അലീമാണ്, അവനൊക്കെ അറിയാം. നമുക്ക് മോശം തോന്നുന്നതിൽ നിന്ന് നന്മ കൊണ്ടുവരാൻ അവനറിയാം. നമ്മൾ എന്താന്ന് അവനറിയാം. എന്തുകൊണ്ടെന്നാലും നമ്മൾ മാറുമെന്ന് അവനറിയാം. അള്ളാഹു അൽ ഹക്കീമാണ് അല്ലെ. എല്ലാത്തിലും അള്ളാഹു ഒരു ഹിക്മത്ത് ഉണ്ട്. അള്ളാഹു അർ റബ്ബാണ്. നമ്മുടെ തർബിയ നടത്തേണ്ടത് റബ്ബാണ്. അള്ളാഹു നമ്മൾ തർബിയ നടത്തട്ടെ, നമ്മൾ മാറണം. അൽ ഖബീറാണ്, അൽ ഖദീറാണ്, അസ്സമിയാണ്, അൽ മുജീബാണ്, അൽ വദൂദാണ്. റബ്ബിനെ നമ്മളെ വിഷമിപ്പിക്കാന്നുള്ള ഒരു ഉദ്ദേശമേ ഇല്ല. റബ്ബ് നമ്മളെ സഹായിക്കാൻ വേണ്ടി തരുന്നതാ ഇതൊക്കെ. റബ്ബ് എന്തൊക്കെയാണോ അല്ലെ, നമ്മൾ ഈ അസ്മാഉൽ ഹുസ്ന മുഴുവനും ബൈഹാർട്ട് ആക്കിയവരാണ്. പക്ഷേ നമ്മൾ യുഅ്മിനൂന ബിൽ ഗൈബിൽ പെട്ടവരല്ല. ഇതൊക്കെ യുഅ്മിനൂന ബിൽ ഗൈബിന്റെ കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മൾ അള്ളാഹുവിന്റെ ഓരോ എന്താണ് ഇസ്മുകളും ഓരോ സിഫത്തുകളും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ആരായി, യുഅ്മിനൂന ബിൽ ഗൈബായി. അതാണ് മുത്തഖി ആവുന്നതിന്റെ ബേസ് അല്ലെ. നമുക്ക് മുത്തഖി ആവാൻ ആഗ്രഹമുള്ളവരാണ്. മുത്തഖി ആയവർക്ക് മാത്രമേ ഹിദായത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയവരാണ്. അവർക്കേ ഖുർആൻ മനസ്സിലാക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയവരാണ്. പക്ഷെ നമ്മൾ യുഅ്മിനൂന ബിൽ ഗൈബിൽ നിന്നും തിരിഞ്ഞു നിൽക്കുന്നവരാണ് അല്ലെ. അള്ളാഹു അൽ ഖദീർ ആണെന്നൊക്കെ സ്വീകരിക്കാൻ നമുക്ക് ഇപ്പോഴും നമ്മുടെ മനസ്സുകൊണ്ട് റെഡി ആയിട്ടില്ല. അള്ളാഹു നമുക്ക് അത്തരത്തിലുള്ള അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ള രീതിയിൽ അവൻ കൊണ്ടുവരുന്ന ഓരോ ചേഞ്ചിനെയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. തുടർന്ന് 76-ാമത്തെ ആയത്ത്, وَإِذَا لَقُوا الَّذِينَ آمَنُوا قَالُوا آمَنَّا وَإِذَا خَلَا بَعْضُهُمْ إِلَى بَعْضٍ قَالُوا أَتُحَدِّثُونَهُمْ بِمَا فَتَحَ اللَّهُ عَلَيْكُمْ لِيُحَاجُّوكُمْ بِهِ عِندَ رَبِّكُمْ أَفَلَا تَعْقِلُونَ.
വിശ്വസിച്ചവരെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അവർ തമ്മിൽ തനിച്ച് കണ്ടുമുട്ടുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ പറയും അള്ളാഹു നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന കാര്യം ഇവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണോ? നിങ്ങളുടെ രക്ഷിതാവിന്റെ സന്നിധിയിൽ അവർ നിങ്ങൾക്കെതിരിൽ അത് വെച്ച് ന്യായവാദം നടത്താൻ വേണ്ടി നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? വാക്കർത്ഥം നോക്കാം. ഇതാ ലഖു, അവർ കണ്ടുമുട്ടുമ്പോൾ. ലഖു, ലഖിയ നമ്മൾ മുമ്പ് ഇതേപോലെയുള്ള ആയത്തുകൾ കണ്ടിട്ടുണ്ട്. അല്ലദീന ആമനു, വിശ്വസിച്ചവരെ. ഖാലു, അവർ പറയും. ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു. ഇദാ ഖല, തുടർന്ന് തനിച്ചായൽ. ഖല, ഖാലാം വാവ്, ഖാലി, ഖാലി, കാലി നമ്മൾ പറയാറുണ്ടല്ലോ അല്ലെ. കാലി എന്ന് പറഞ്ഞാൽ എം ടി, ഒന്നുമില്ല, നത്തിങ്. അപ്പം ഒറ്റയ്ക്കാവുമ്പോ ഓക്കെ. ഇദാ ഖല, അവർ തനിച്ചായാൽ. ബഅ്ദുഹും, അവരിൽ ചിലർ. ബഅ്ദും നമ്മൾ കണ്ടിട്ടുണ്ട്, ബഊദ, കൊതുകിന്റെ സമയത്ത്. അവരിൽ കുറച്ചു പേർ. ഹും, ഹും എന്ന് പറഞ്ഞാൽ അവർ. ഇലാ ബഅദിൻ, വേറെ ചിലരുമായിട്ട്. ഖാലു, അവർ പറയും. അതുഹദ്ദിസൂനഹും, നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണോ? ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആണ് ഹംസത്തുൽ ഇസ്തിഫ്ഹാം, ആണോ എന്നുള്ളത്. തുഹദ്ദിസൂന, നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഹും, അവർക്ക്. ഓക്കെ. ബിമാ, യാതൊന്ന്. ഫതഹല്ലാഹു, അള്ളാഹു തുറന്നത് അല്ലെങ്കിൽ അള്ളാഹു വെളിപ്പെടുത്തിയത്. ഫാത്തിഹ, ഫാത്തിഹ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, തുറവിയാണ്, ഓപ്പണിംഗ് ആണ്, സ്റ്റാർട്ടിംഗ് ആണ്. അലൈക്കും, നിങ്ങൾക്ക്. ലിയുഹാജൂക്കും, അവർ നിങ്ങൾക്കെതിരെ വാദിക്കാനായിട്ട്. ഹാജീം, ജീം പുതിയ വാക്കാണ്. ഹുജ്ജ, ഹുജ്ജ എന്ന് പറഞ്ഞാൽ ഒരു വാഗ്വാദം, വാദപ്രതിവാദം, ആർഗ്യുമെന്റ്. ഓക്കെ. അപ്പൊ അവർ നിങ്ങൾക്കെതിരെ വാദിക്കാനായിട്ട്. ബിഹി, അതുകൊണ്ട്. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ അതുകൊണ്ട് നിങ്ങൾക്കെതിരെ വാദിക്കാനായിട്ടാണോ? ഇൻദ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ. അഫല തഅഖിലൂൻ, ഇവിടുത്തെ ആയും ക്വസ്റ്റ്യൻ ആണ്, ഹംസത്തുൽ ഇസ്തിഫ്ഹാം. ഫ, അപ്പോൾ അല്ലെങ്കിൽ അതുകൊണ്ട്. ലാ, അപ്പം ആ പ്ലസ് ലാ വരുമ്പം ഇല്ലേന്നാവും. വെറും ആ ആണെങ്കിൽ ആണോ എന്നാവും. ഓക്കെ. അപ്പൊ ഒരു ആന്റെ കൂടെ ലാ കൂടെ വരുമ്പോ എന്താണ്, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അപ്പോ നിങ്ങൾ അതെന്താ മനസ്സിലാക്കുന്നില്ലേ എന്ന് അവരെടുത്ത് ചോദിക്കുകയാണ്. തഫ്സീർ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദാ ലഖുൽ ലദീന ആമനു, അങ്ങനെ ഇവര് വിശ്വാസികളുമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം അവരുടെ അടുത്ത് ചോദിച്ചിരുന്നു അല്ലെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ പറയുന്നത് കേൾക്കുന്നു, അവരൊരിക്കലും നന്നാവാൻ പോണില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അവർ വിശ്വസിക്കാത്തത്? കാരണം അള്ളാഹു പറയുന്നു വഇദാ ലഖുൽ ലദീന ആമനു, ലഖു, ലഖിയ, ലാം ഖാഫിയ, മീറ്റ് ചെയ്യുക. ഓക്കെ. അപ്പൊ അവര് വിശ്വാസികളെ മീറ്റ് ചെയ്യുമ്പോൾ അവരെന്താ പറയാ? ഖാലു ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ വിശ്വാസികളുടെ മുമ്പിൽ വരുമ്പോ അവരിങ്ങനെ പറയുന്നുണ്ട് അല്ലെ, ഓ ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ചിട്ടുണ്ട്, ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കുന്നു. ആമന്ന, ആമന്ന എന്ന് പറഞ്ഞാൽ ആമന പ്ലസ് നാ ആണ്, ഞങ്ങൾ വിശ്വസിച്ചു എന്നുള്ള. ഓക്കെ. നാ അവസാനം ആഡ് ചെയ്തിട്ട് ആമന പ്ലസ് നാ എന്നുള്ളത് ഒന്നിച്ച് ആമന്ന എന്നാവുന്നതാണ്. ഓക്കെ. അപ്പം അവരെന്താ പറയുന്നത്? ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ പറയും. പക്ഷെ അവരവരുടെ നാവ് കൊണ്ട് മാത്രം, വാക്കുകൊണ്ട് മാത്രം പറയുന്നതാണ്. ആ വിശ്വാസികളെ കാണുമ്പോൾ വെറുതെ അല്ലെ, നാവ് കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ യഹൂദികളുടെ ഇടയിൽ, ബനി ഇസ്രായേലിന്റെ ഇടയിൽ മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു അല്ലെ. ഇതേപോലെയുള്ള ഒരു ആയത്ത് നമ്മൾ മുന്നേയും കണ്ടിട്ടുണ്ട്. എന്താണ്? وَإِذَا لَقُوا الَّذِينَ آمَنُوا قَالُوا آمَنَّا وَإِذَا خَلَوْا إِلَى شَيَاطِينِهِمْ قَالُوا إِنَّا مَعَكُمْ إِنَّمَا نَحْنُ مُسْتَهْزِئُونَ. അവർ വിശ്വാസികളെ കാണുമ്പോൾ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. എന്നിട്ട് അവർ അവരുടെ നേതാക്കന്മാരുടെ അടുത്തേക്ക് പോകുമ്പോൾ പറയും ഇല്ല, ഞങ്ങൾ നിങ്ങളുടെ കൂടെ, ഞങ്ങൾ അവരെ കളിയാക്കിയത് മാത്രമാണ്, ഞങ്ങൾ വെറുതെ തമാശാക്കിയതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത്തരത്തിലുള്ള മിക്ക മുനാഫിക്കുകളും എവിടുന്ന് വന്നതാണ്? ഈ കൂട്ടത്തിൽ നിന്ന്, യഹൂദികളിൽ നിന്ന്. സുബ്ഹാനല്ലാഹ്. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ മുനാഫിക്കുകളുടെ കുറെ ലക്ഷണങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ. 8ാമത്തെ ആയത്ത് തൊട്ട് 16 വരെ എന്തോ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്ന മിക്ക കാര്യങ്ങളും ബനി ഇസ്രായേലിനും ഉള്ളതായിട്ട് ഈ ബനി ഇസ്രായേലിന്റെ ആയത്തുകളിൽ വിവിധ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. പല രീതിയിൽ ആ കാര്യങ്ങളൊക്കെ, ആ മുനാഫിക്കുകൾക്ക് ഉണ്ടായിരുന്ന എല്ലാ ലക്ഷണങ്ങളും ഇവർക്കുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറ്റുമെങ്കിൽ ബനി ഇസ്രായേലിന്റെ ആയത്തുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും കണക്ട് ചെയ്തിട്ടൊന്ന് ഒരു റിവ്യൂ നടത്തണം. ഓക്കെ. അപ്പം അവരുടെ ആ മുനാഫിക്കുകളുടെ മിക്ക ലക്ഷണങ്ങളും ബനി ഇസ്രായേലിന് ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് ഈ ആയത്തുകളിലൂടെ തന്നെ. അപ്പൊ അവര് വിശ്വാസികളുടെ മുമ്പിൽ വരുമ്പോൾ പറയും ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങളും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇദാ ഖല, എന്നിട്ട് അവര് ഒറ്റയ്ക്കാവുമ്പോ, ഖല, ഖ, വാവ്, ലാം, അവര് തനിച്ചാവുമ്പോ, ബഅദഹും, അവരിൽ ചിലര്, ഇലാ ബഅദിൻ, മറ്റു ചിലരോട് കൂടെ. അപ്പം അവര് തമ്മില്, ഓക്കെ, മുസ്ലിങ്ങളല്ലാതെ അവര് തമ്മിൽ തനിച്ചാകുമ്പം
ആക്ച്വലി ഹല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്കാവാന്നാണ്. ഹൽവ ഇല എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും കൂടെ ഒറ്റയ്ക്കാവുക, അതായത് ഏതെങ്കിലും ഒരാൾക്കാരെ കൂടെ ഒറ്റയ്ക്കാവുന്നതിനാണ് ഹൽവ ഇല എന്ന് പറയുന്നത്. അപ്പം ഇവിടെ അവരെന്താണ് മുസ്ലിങ്ങളല്ലാത്ത, അതായത് അവരുടെ ആളുകളുടെ കൂടെ തന്നെ ഒറ്റയ്ക്കാവുമ്പോൾ, മുസ്ലിങ്ങൾ ആരും ഇല്ലാതെ ബനി ഇസ്രായേലിയർ തന്നെ അല്ലെങ്കിൽ ജൂതന്മാർ തന്നെ ഒറ്റയ്ക്കായിട്ട് അവരവരുടെ കാര്യങ്ങൾ അവർ തമ്മിൽ സംസാരിക്കുമല്ലോ അല്ലെ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഖാലു, അവർ പറയുന്നു. ആരാണ്? അവരുടെ നേതാക്കന്മാർ, അവരുടെ ഇടയിലെ പണ്ഡിതന്മാർ അവരോട് പറയും, നിങ്ങൾ ഇതെന്താ ചെയ്തു വെച്ചത്? നിങ്ങൾ അവരുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുകയാണോ? നമ്മൾ വിശ്വാസികളാണെന്ന് പറയാണോ? അത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണെന്ന് പറയാണോ? അവന് വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തതെന്ന് നിങ്ങൾ പറയണം. എന്തൊക്കെ വിഡ്ഢിത്തങ്ങളാണ് നിങ്ങൾ ചെന്ന് വിളമ്പുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള അടയാളങ്ങൾ നമ്മളെ ഗ്രന്ഥത്തിൽ ഉണ്ടെന്നൊക്കെ നിങ്ങൾ എന്തിനാ അവിടെ ചെന്ന് വിളമ്പുന്നത്? ആ അടയാളങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ട്, അങ്ങനത്തെ വിവരക്കേടൊന്നും പറയല്ലേ എന്ന് ഈ സാധാരണക്കാരോട് അവരുടെ പണ്ഡിതന്മാര് പറയണം. നിങ്ങൾ എന്തിനാ ഇതൊക്കെ പറയുന്നത്? അതുഹദ്ദിസൂനഹും അതുഹദ്ദിസൂനഹും, നിങ്ങൾ ഇതൊക്കെ ഇൻഫോം ചെയ്യാണോ അവരെ? തുഹദ്ദിസൂന ഹ ദാൽ സ, ഹദീസ് അല്ലേ? ഹദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന നെറേഷൻസിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങളിൽ അദ്ദേഹം അപ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഹദീസ്, അല്ലെങ്കിൽ പറയപ്പെട്ട കാര്യങ്ങൾ. സംസാരത്തിനും ഹദീസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. സ്റ്റോറിക്ക് അല്ലെങ്കിൽ ഒരു കഥയ്ക്ക് ഹദീസ് എന്നുള്ള വാക്ക് പറയും. അക്ഷരാർത്ഥത്തിൽ അല്ലെങ്കിൽ ഭാഷാപരമായിട്ട് ഹദീസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം കൗനു ഷെയ് ലം യക്കുൻ. കൗനു ഷെയ് ലം യക്കുൻ എന്ന് പറഞ്ഞാല് മുമ്പ് ഇല്ലാത്ത ഒരു കാര്യം എക്സിസ്റ്റൻസിലേക്ക് വരിക. ഇതിന് മുമ്പ് ഇത് ഉണ്ടായിരുന്നില്ല, പക്ഷെ അതിന് ശേഷം അത് ഉണ്ടായി എന്നുള്ള പോലെ. അപ്പം ഹദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുമ്പ് ആ ആൾക്ക്, അതായത് പറയപ്പെട്ട ആൾക്ക് അറിയാത്ത ഒരു കാര്യം ഇത് പറഞ്ഞതിന് ശേഷം അവർ അറിയുക എന്നുള്ള അർത്ഥമാണ് ഹദീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരാൾക്ക് ഒരു കാര്യം അറിയില്ലായിരുന്നു, പക്ഷെ അയാളുടെ അടുത്ത് ഇത് പറഞ്ഞു കൊടുത്തു, അപ്പൊ അയാൾക്ക് ആ കാര്യം അറിയാം. അതായത് അറിയാത്ത കാര്യം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അപ്പം അവരുടെ ലീഡേഴ്സ് ചോദിക്കാണ്, ഈ ബനി ഇസ്രായേലിലുള്ള പണ്ഡിതന്മാര് അവരുടെ സ്കോളേഴ്സ് ചോദിക്കാണ്, അവർക്കറിയാത്ത കാര്യം നിങ്ങൾ എന്തിനാ അവർക്ക് പറഞ്ഞു കൊടുത്തത്? നിങ്ങൾ എന്തിനാ അവരോട് പറയുന്നത്? സുബ്ഹാനല്ലാഹ്. ബിമാ ഫതഹല്ലാഹു അലൈക്കും, അള്ളാഹു നിങ്ങളുടെ മുന്നേ നിങ്ങളുടെ മേലെ വെളിപ്പെടുത്തിയ കാര്യങ്ങള്, ഫതഹ ഫതഹ അല്ലേ, തുറക്കുക. നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വെളിപ്പെടുത്തിയ കാര്യങ്ങള്, നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങള് നിങ്ങൾ എന്തിനാ അവരോട് പോയി പറയുന്നത്? അള്ളാഹ് നിങ്ങൾക്ക് തന്ന അറിവല്ലേ അത്. അവർക്ക് എന്താ അറിവാ ഉണ്ടായിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന്റെ സത്യസന്ധത, അത് സത്യമായിരുന്നു എന്നുള്ളത് അവർക്ക് അറിയായിരുന്നു, അവരുടെ ഗ്രന്ഥത്തിലുണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനില് അൻആം സൂറത്ത് അൻആമിൽ 20-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അല്ലദീന ആതീനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. നാം വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവർ സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അത് അറിയുന്നുണ്ട്. അവർക്ക് സ്വന്തം മക്കളെ എങ്ങനെ മനസ്സിലാവോ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന്റെ ട്രൂത്ത്ഫുൾനെസ്, സത്യസന്ധത അവർക്ക് അറിയാം. ഒരാൾക്കല്ലേ സ്വന്തം കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ ഒരു സംശയം അല്ലാണ്ട് തിരിച്ചറിയാൻ പറ്റും. ഒരു 100 കുട്ടികളുടെ ഇടയിൽ ഒരേപോലത്തെ യൂണിഫോം ഇട്ടിട്ട് ഒരു ഫുൾ ഫോട്ടോയിലെ സ്കൂളിന്റെ ഒക്കെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഒരു ഉമ്മക്ക് അല്ലെങ്കിൽ വാപ്പക്ക് ശരിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പം ചില ട്വിൻസിനെയൊക്കെ നമുക്ക് പുറത്തുള്ളവർക്ക് കണ്ടാൽ അത്ര മനസ്സിലാവില്ല, ഒരേപോലെ തോന്നും. പക്ഷെ ഉമ്മക്കും വാപ്പക്കും അത് മനസ്സിലാവും. അപ്പം അവർക്ക് സ്വന്തം മക്കളെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ അതേപോലെ അവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതാണ് പ്രവാചകൻ. അള്ളാഹു പറഞ്ഞ എല്ലാ അടയാളങ്ങളും, അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ എല്ലാ അടയാളങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം അവരിത് ചെന്ന് വിശ്വാസികളുടെ അടുത്ത് പറയാണ് അല്ലെ. അത് കേൾക്കുമ്പോൾ അവരുടെ പണ്ഡിതന്മാർക്ക് ആകെ ബേജാറാവും. നിങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് അള്ളാഹ് തന്ന ഈ അറിവൊക്കെ അവരുടെ അടുത്ത് ചെന്ന് പറയുന്നത് എന്ന് അവര് ചോദിക്കും അല്ലെ. അത് ചോദിക്കാനുള്ള കാരണം എന്താണ്? ലിയുഹാജൂക്കും ബിഹി ഇൻദ റബ്ബിക്കും. അവര് നിങ്ങളോട് ഇത് വെച്ചിട്ട്, ഈ തെളിവ് വെച്ചിട്ട് നിങ്ങളുടെ റബ്ബിന്റെ അടുക്കല് വാദിക്കും. ലിയുഹാജൂക്കും, ഹാജീം ജീം, മുഹാജ എന്ന് പറഞ്ഞാല് ആർഗ്യുമെന്റ്, ഒരു വാദം. ഓക്കെ, രണ്ട് മുഹാജ എന്ന് പറഞ്ഞ വാദത്തിന്റെ പ്രത്യേകത വെച്ചാൽ രണ്ട് കക്ഷികൾ തമ്മിൽ വാക്കുകൊണ്ട് വാദിക്കുക, രണ്ടുപേരും തെളിവുകൾ എടുത്തു വെച്ച് വാദിക്കുക. ഓക്കെ, ഇന്ന തെളിവുണ്ട്, അവരങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇന്ന തെളിവുണ്ട്, ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വാദിക്കുന്നതിനാണ് മുഹാജ എന്ന് പറയുന്നത്.
അപ്പൊ നിങ്ങൾ ഈ അടയാളങ്ങളെല്ലാം അവരെടുത്ത് കൊണ്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് അവര് അവിടെ ജഡ്ജ്മെന്റ് ഡേ അല്ലെ, യൗമുൽ ഖിയാമയില് അള്ളാന്റെ മുമ്പിൽ വാദിക്കൂലേ? അവർക്ക് ഇതൊക്കെ, നിങ്ങൾക്ക് ഇതൊക്കെ അറിയായിരുന്നു എന്നിട്ടും നിങ്ങൾ റിജക്ട് ചെയ്തു എന്ന്. നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യമാണെന്ന് അറിയായിട്ടും, നിങ്ങൾ അറിയാമായിരുന്നിട്ടും നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റിജക്ട് ചെയ്തു, നിങ്ങൾ വിശ്വസിച്ചില്ല എന്ന് അവർ അവിടെ വന്ന് പറയൂലേ? അപ്പൊ നിങ്ങൾ എന്ത് ആൻസർ കൊടുക്കും? നിങ്ങൾക്ക് ആൻസർ ഉണ്ടാവില്ല. ഇത് എന്തിനാ ഇതൊക്കെ അവരുടെ അടുത്ത് പോയി വിളമ്പി കൊടുക്കുന്നത്? നിങ്ങൾക്ക് ജസ്റ്റ് അഭിനയിച്ചാ പോരെ? ഇല്ല, ഇത് ശരിയായ പ്രവാചകനൊന്നും അല്ല എന്ന് അഭിനയിച്ചാ പോരെ? കണ്ട പോലെ നടിക്കാതിരുന്നാ പോരെ? ഇവരുടെ പണ്ഡിതന്മാര് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. അങ്ങനെ നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമുക്കെതിരെ ഒരു തെളിവും ഉണ്ടാവില്ല അവിടെ വാദിക്കാൻ. അപ്പം അവിടെ ചെന്നിട്ട് അല്ലെ, യൗമുൽ ഖിയാമയിൽ ചെന്നിട്ട് അല്ലാ നമ്മക്കറിയില്ലേനു കേട്ടോ ഇത് നബിയാന്നൊന്നും, അങ്ങനെ പറഞ്ഞൂടെ? പക്ഷെ ഇതിപ്പോ നിങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞ സ്ഥിതിക്ക് അവരുടെ അടുത്ത് തെളിവ് കിട്ടിയില്ലേ? അഫലാ താക്കിലോ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? സുബ്ഹാനല്ലാഹ്. ഒരു പണ്ഡിതന്മാര് അവരുടെ അടുത്ത് ചോദിക്കാണ്. തുടർന്ന് അടുത്ത ആയത്ത് ചെറുതാണ്, പെട്ടെന്ന് കഴിയും ഇൻഷാ അല്ലാഹ്. അവലാ യഅലമൂന അന്നല്ലാഹ യഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. എന്നാൽ അവർക്ക് അറിഞ്ഞുകൂടി, അള്ളാഹു പറയാണ്, അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതുമെല്ലാം അള്ളാഹു അറിയുന്നുണ്ടെന്ന്. വാക്കർത്ഥം നോക്കാം. അവലാ യഅലമൂന, ഇവിടെയും ആയും ലായും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അറിയില്ലേ എന്നാണ്. ഞാൻ പറഞ്ഞു ലാ ഇല്ലെങ്കിൽ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ലാ ലാ ഇല്ലെങ്കിൽ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ലാ ഉണ്ടെങ്കിൽ ഇല്ലേ എന്നാണ് ക്വസ്റ്റ്യൻ. അവലാ യഅലമൂൻ, അവർക്ക് അറിഞ്ഞൂടെ, അന്നല്ലാഹു, അള്ളാഹു എന്ത്, യഅലമു, അള്ളാഹുവിന് അറിയാം എന്നത്, അള്ളാഹുവിന് അറിയാം, യഅലമു അറിയുന്നു. ഓക്കെ, മാ യാതൊന്ന്, യുസിറൂന അവർ രഹസ്യമാക്കുന്നത്, സീൻ റോ റോ, നമ്മൾ മുമ്പ് ജഹ്റ പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു അല്ലെ, സിറി ആൻഡ് ജഹരി. അപ്പം രഹസ്യമാക്കിയത്. വമാ യാതൊന്നും, യുഅ്ലിനൂൻ അവർ പരസ്യമാക്കിയതും. ഐൻ ലാം നൂൻ, അലന അലന യഅ്ലുന അവര് പരസ്യമാക്കുക. നമ്മള് ഒരു ദുആ ഉണ്ടല്ലോ, അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു അവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിറഹു. അല്ലേ, നിങ്ങൾ വെളിപ്പെടുത്തിയതും രഹസ്യമാക്കി വെച്ചതുമായിട്ടുള്ള, നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത തെറ്റുകളും പുറത്തു തരണേ റബ്ബേ എന്ന് പറയുന്നിടത്ത് അല്ലേ, നമ്മൾ ആദ്യം ചെയ്തതും അവസാനം ചെയ്തതും ചെറുതും വലുതും ഒക്കെ പറയുന്ന കൂട്ടത്തില് വഅലാനിയതഹു വസിറഹു, ഞങ്ങൾ രഹസ്യമാക്കി ചെയ്തതും പരസ്യമായിട്ട് ചെയ്തതും നീ പുറത്തു തരണേ. അപ്പം അലാനിയ വസിറ, ഇവിടെ എന്താണ്, യുസിറൂന വമാ യുഅ്ലിനൂൻ, നിങ്ങൾ രഹസ്യമാക്കിയതും പരസ്യമാക്കിയതും ഒക്കെ റബ്ബിന് അറിയാന്ന് അവർക്ക് അറിഞ്ഞുകൂടെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അവലാ യഅലമൂൻ, അവർക്ക് അറിഞ്ഞുകൂടെ, അന്നല്ലാഹ യഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ, അവര് രഹസ്യമാക്കിയതും പരസ്യമാക്കിയും ഒക്കെ റബ്ബിന് അറിയാന്ന് അവർക്ക് അറിഞ്ഞൂടെ? ഇവരാരോടാ ഈ കളിക്കുന്നത് അല്ലെ? സുബ്ഹാനല്ലാഹ്. ഇത് അവരുടെ ഹൃദയത്തിനകത്ത് വെച്ചിട്ട് ഇവർ ആളുകളോടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹ്ക്ക് അറിഞ്ഞൂടെ ഇത്? സുബ്ഹാനല്ലാഹ്. ഇനി ഇവര് പ്രവാചകൻ അറിയാത്ത പോലെ ആക്ട് ചെയ്താലും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിലും, ഇത് ഇവരെ അവിടെ യൗമുൽ ഖിയാമയിൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. കാരണം അള്ളാഹ്ക്ക് അറിയാം നിങ്ങൾക്ക് ഇത് അറിയാന്നുള്ളത്. നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ഇതുണ്ടെന്നും നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അള്ളാഹ്ക്ക് അറിയാം. നിങ്ങൾ ഹൃദയത്തിൽ വെച്ച സീക്രട്ടും അള്ളാഹ്ക്ക് അറിയാം. അപ്പം അവര് പറയായിരുന്നു അല്ലെ, അവരുടെ പണ്ഡിതന്മാർ പറയും, നിങ്ങൾ മുസ്ലിങ്ങളുടെ അടുത്ത് പോവല്ലേ, പ്രവാചകന്റെ അടയാളങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞു കൊടുക്കല്ലേ, അത് ചെയ്തു കഴിഞ്ഞാൽ അവിടെ വന്ന് നിങ്ങളുടെ അടുത്ത് വാദിക്കും, അപ്പൊ നിങ്ങൾക്ക് ആൻസർ ഉണ്ടാവില്ല. ഹഫല താക്കിലോ, നിങ്ങൾ എന്താ ബുദ്ധിയില്ലാത്ത ആൾക്കാരാണോ? സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞു കൊടുക്കുന്നവരെക്കാളും വലിയ വിഡ്ഢികൾ വേറെ ദുനിയാവിലില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം മുസ്ലിങ്ങളുടെ അടുത്ത് നിങ്ങളൊന്നും പറഞ്ഞു കൊടുക്കല്ലേ. ഇനി അഥവാ അവർ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ബുക്കിൽ തന്നെ അതങ്ങ് മായ്ച്ചു കളയാം. അവരതാ ചെയ്തത് അല്ലേ. എന്തൊരു വലിയ വിഡ്ഢിത്താ അവർ ചെയ്തത്. സുബ്ഹാനല്ലാഹ്. എന്തെന്നെ ചെയ്തു കഴിഞ്ഞാലും അവർക്ക് സത്യത്തിനെ മറച്ചു വെക്കാൻ പറ്റൂല അല്ലെ. എന്തിനാണ് ഇവർ ഇതൊക്കെ ചെയ്തത്? അവർക്ക് പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുന്നതല്ലേ ഇതിനേക്കാളൊക്കെ എളുപ്പം അല്ലേ? അവരെ ഗ്രന്ഥം മാറ്റി മറിച്ച് കളവ് പറഞ്ഞ് തിരിച്ചും മറിച്ചും പറയുന്നതിനേക്കാളും എളുപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നതായിരുന്നില്ലേ? ഈ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും ഈസി അതായിരുന്നില്ലേ? ആ ആ ഒരു സത്യം അങ്ങ് സ്വീകരിച്ചാൽ പോരായിരുന്നു അവർക്ക്? അത് സ്വീകരിച്ചിരുന്നെങ്കിൽ അവർക്ക് അത്രയും നാളുണ്ടായിരുന്ന മതപരമായിട്ടുള്ള ഒരു ശ്രേഷ്ഠതയുണ്ട് അല്ലെ. അവരത്രയും നാളും കൈവശം വെച്ചിരുന്ന, അവരെന്തോ ആണ് അല്ലെ. നമ്മൾ ബനി ഇസ്രായേലിന്റെ ഹിസ്റ്ററി പറഞ്ഞപ്പോൾ പറഞ്ഞു, വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് അവരായിരുന്നു സ്പെഷ്യൽ ആൾക്കാര്, അവരായിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ട വിഭാഗം. അറിവുണ്ടായിരുന്ന ആൾക്കാർ അവര് മാത്രമായിരുന്നോ? ശരിയായ ദീൻ കയ്യിലുണ്ടായിരുന്ന ആൾക്കാർ അവര് മാത്രമായിരുന്നോ? അള്ളാഹു സുബ്ഹാനഹു തആലയുമായിട്ട് അടുത്ത ആളുകള് അവര് മാത്രമായിരുന്നു. പക്ഷെ അവരത് അവരെടുത്ത് തന്നെ വെച്ചു, വേറെ ആർക്കും കൊടുത്തില്ല അല്ലെ.
മറ്റു ആൾക്കാർക്ക് അവരത് കൊടുത്തില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പം എല്ലാവർക്കും ഉള്ളതാണ് ദീൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അങ്ങ് കൊടുത്തു. അപ്പൊ ഇവർ ഇത്രയും നേരം കളിച്ച കളിയൊക്കെ വെള്ളത്തിലായി. സുബ്ഹാനല്ലാഹ്. അവർ ഇത്രയും വർഷങ്ങൾ, നൂറ്റാണ്ടുകളായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഞങ്ങൾ സംഭവമാണെന്നുള്ള ആ ഒരു സംഭവം, അതാകെ ഉടഞ്ഞ് ഇല്ലാണ്ടായി. അപ്പൊ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എങ്ങാനും വിശ്വസിച്ച് കഴിഞ്ഞാല് അവർ ഇത്രയും നാൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഇത് മൊത്തം നഷ്ടപ്പെടുമായിരുന്നു അല്ലെ. അവർക്ക് അസൂയ വന്നു. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല ഇവര് അറബികളെ ഭയങ്കര പുച്ഛത്തോടു കൂടിയാ കണ്ടിട്ടുള്ളത്. ഇവർക്ക് ഒരു വിവരവും ഇല്ലാത്ത ആൾക്കാരായിട്ട് അല്ലെ, ഞങ്ങൾ ഭയങ്കര സംഭവമായിട്ടാണ് അവരെ കണ്ടിട്ടുള്ളത്. അപ്പം ഈ വിവരം കെട്ട അറബികളിൽ നിന്ന് ഒരു പ്രവാചകൻ വരിക, അവര് നമ്മളെ പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പോലെ അറിവുള്ള ആൾക്കാരെ പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അഹങ്കാരത്തിന് അത് മാച്ച് ആയില്ല. അപ്പൊ അതുകൊണ്ട് അവർക്കത് സ്വീകരിക്കാൻ പറ്റിയില്ല. പക്ഷേ അവര് സ്വീകരിച്ചിട്ടില്ലെങ്കിലും സത്യം സത്യം തന്നെയാണ് അല്ലെ. കാരണം അവര് വിശ്വസിക്കുന്ന രീതിയിലാണ് അവരുടെ ഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ ഇത്ര കൃത്യമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും, വളരെ സില്ലി ആയിട്ടുള്ള ഒരു ഐഡിയ, ഇതൊന്നും നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ട, ഈ സത്യമൊക്കെ നമുക്ക് നമ്മളെ ഗ്രന്ഥത്തിൽ നിന്ന് അങ്ങ് മായ്ച്ചു കളയാം. ശരിക്കും കുട്ടികൾ ചെയ്യൂല അല്ലെ ഇത്രയും വലിയ വെട്ടിത്തം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആവുമ്പോ നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് പറയാലോ, അള്ളാഹ് ഞമ്മക്കറിയില്ലേനു കേട്ടോ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അള്ളാഹ്ക്ക് നിങ്ങളെ അറിയൂലെന്ന്? നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് നിങ്ങൾ പരസ്യമാക്കിയത് നിങ്ങൾക്ക് അള്ളാഹ്ക്ക് അറിയില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളിനി ആരോടൊന്നും പറയാതെ വെച്ച് കഴിഞ്ഞാലും അള്ളാഹ്ക്ക് അത് മനസ്സിലാവും. അള്ളാഹുവിൽ നിന്ന് നമുക്കൊരു സീക്രട്ടും മറയ്ക്കാൻ യാതൊരു വകുപ്പുമില്ല. എല്ലാം അള്ളാഹിന്റെ മുമ്പിൽ ഓപ്പൺ ആണ്. ഈ ആയത്തിൽ നിന്നുള്ള ലെസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് സത്യം അല്ലെ, ഒരു യാഥാർത്ഥ്യത്തിനെ ഒരിക്കലും നമുക്ക് അറിയൂലാന്ന് ആക്ട് ചെയ്യാൻ പറ്റൂല. അറിയൂലാന്ന് എന്താ പറയാ, അഭിനയിക്കാൻ പറ്റൂല. കാരണം അള്ളാഹ്ക്ക് നമ്മളെ ഉള്ളും പുറവും അറിയാം. ചിലപ്പം ചിലരൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് വളരെ അന്യായപൂർവ്വം പെരുമാറിയിട്ട് ചോദ്യം ചെയ്യുമ്പം അവര് ഭയങ്കര എന്തോ വലിയ ജസ്റ്റിഫിക്കേഷൻ ഒക്കെ കൊണ്ടുവന്ന് അത് ഓർക്ക് നന്മക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കിയതാന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. അവരുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് അവരുടെ പ്രവർത്തികളിൽ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും അവർ ഇതുപോലെ ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ ഭയങ്കര നൈസാണെന്ന് കാണിക്കാൻ വേണ്ടി പലതും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അള്ളാഹ്ക്ക് അറിഞ്ഞൂടെ സത്യം അല്ലെ. ഈ പറഞ്ഞ എല്ലാ ഫേക്ക് ഡിസ്പ്ലേയും ആരെ മുമ്പിലാ? ചിലപ്പം ആൾക്കാരെ മുമ്പിൽ കുറച്ച് ദിവസത്തേക്ക് രക്ഷപ്പെടുമായിരിക്കും, പക്ഷെ അള്ളാഹിന്റെ മുമ്പിൽ രക്ഷപ്പെടൂല. അപ്പൊ നമ്മള് യാഥാർത്ഥ്യം സ്വീകരിക്കുക, യാഥാർത്ഥ്യത്തിൽ ജീവിക്കുക, ഒരു ഇമാജിനേഷൻ ലോകത്ത് നിന്ന് പുറത്തു വരാം. ചിലര് ഉണ്ട്, അതായത് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടി വരും. ഖുർആനൊക്കെ ഒരു കണക്കിൽ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാല് പിന്നെ പണിയാവും എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുന്നവര്. അവർക്ക് ചാൻസ് ഉണ്ട്, അറിയാൻ അവസരം ഉണ്ടായിട്ടും അല്ലോ അത് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നത്. അള്ളാഹ്ക്കറിയാം അവരുടെ ഹൃദയത്തിലുള്ളത്. സുബ്ഹാനല്ലാഹ്. അവരെന്ത് അറിഞ്ഞാൽ ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നുവോ, അവരറിഞ്ഞത് കൊണ്ട് എന്തോ ഉണ്ടാക്കാന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ഉണ്ടാക്കുന്നതും റബ്ബിന്റെ തൗഫീഖോട് കൂടിയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അത്തരത്തിലുള്ള ചിന്തകളെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബിന്റെ കലാം മനസ്സിലാക്കുന്നതിനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനും എതിരെ നിൽക്കുന്ന ചിന്തകളും എതിരെ നിൽക്കുന്ന ഹൃദയത്തെ തൊട്ട് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഇനി വേറൊരു കാര്യം, ഇതുപോലെ ഈ പ്രിറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആളുകൾ, യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടും അഭിനയിക്കുന്ന ആളുകള്, അവരാണതാണ് ഏറ്റവും വലിയ വിഡ്ഢികള്. അവരാണ് അല്ലെ ഏറ്റവും വലിയ വിഡ്ഢികൾ. അള്ളാഹു ചോദിക്കാണ്, അവർക്ക് അറിഞ്ഞൂടെ അല്ലെ, അവർക്ക് ഇതുപോലും അറിഞ്ഞൂടെ, ഇത്ര വലിയ വിഡ്ഢികളാണോ അവര്? സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്യുന്ന ആൾക്കാർ വിചാരിക്കുന്നത് അവർ ഭയങ്കര സ്മാർട്ടും ഭയങ്കര ബുദ്ധിയും ഭയങ്കര അറിവുള്ള ആൾക്കാരാണ് അല്ലെ. തിരിച്ചും മറിച്ചും വളച്ചും ഒടിച്ചും ഒക്കെ ഒരു കാര്യം പറഞ്ഞ് അവര് ശരിയാണെന്ന് വരുത്തി തീർക്കുന്ന ആൾക്കാരെ വിചാരം അവർ ഭയങ്കര സംഭവമാണെന്ന്. അവരുടെ മറ്റുള്ളവരുടെ അവകാശങ്ങൾ പിടിച്ചു വെച്ചിട്ട് അത് ശരിയാണെന്ന് വാദിക്കുന്നവരുടെ വിചാരം അവർ ഭയങ്കര സ്മാർട്ടാണ്, ഭയങ്കര ബുദ്ധിയുള്ളവരാണെന്നാണ്. അവരവരുടെ തെറ്റുകൾ ഏറ്റു പറയൂല അല്ലെ. എല്ലാം എല്ലാം ഞാൻ കറക്റ്റാണ്, എല്ലാം കറക്റ്റാണെന്നുള്ള ഒരു ഔട്ട്ലുക്ക് കൊടുക്കാൻ ശ്രമിക്കും. നമ്മള് ഉമ്മമാരെന്നുള്ള രീതിയിൽ പലപ്പോഴും നമ്മൾ ചില മിസ്റ്റേക്കുകൾ ചെയ്തിട്ട് നമ്മളെ കുട്ടികൾ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടൂല അല്ലെ. നമ്മളപ്പൊ നമ്മൾ ശരിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി തിരിച്ചും വളച്ചും മറിച്ചും ഒടിച്ചും ഒക്കെ നമ്മളത് പറഞ്ഞു വെക്കും. എല്ലാ ബന്ധങ്ങളിലും, മാതാപിതാക്കളും മക്കളും എന്നുള്ളതല്ല, എല്ലാ ബന്ധങ്ങളിലും ഉണ്ടാവും ഇത്. ഭാര്യയും ഭർത്താവും തമ്മിലും, ഇൻലോസ് തമ്മിലും, ഒന്നിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാർ തമ്മിലും, ഫ്രണ്ട്സ് തമ്മിലും ഒക്കെ ഉണ്ടാവും.
ഇതൊക്കെ എന്താണ്? നമ്മളെ വിഡ്ഢിത്താണ്. നമ്മൾ എന്തോ ശരിയാണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വിഡ്ഢിത്താണ്. ചിലര് എല്ലാം അറിയാം, എനിക്കെല്ലാം അറിയാംന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പറയും. ഇനി എന്തെങ്കിലും അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും അവരതിങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ ട്വിസ്റ്റ് ചെയ്തിട്ട് പറയും. അതായത് അറിയൂല എന്നുള്ളത് പുറത്തറിയാൻ പാടില്ല. എനിക്ക് അറിയൂലാന്ന് പറയാൻ പാടില്ല. അല്ലെങ്കിൽ ഇത് എനിക്ക് പറ്റിയ മിസ്റ്റേക്കാന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല. അവർക്കൊരു ഔട്ട്ലുക്ക് കൊടുക്കണം. ഇല്ല, എനിക്കൊക്കെ അറിയാം. വിഡ്ഢിത്താണ്, ശുദ്ധ വിഡ്ഢിത്ത. നമ്മൾ എന്താണോ അത് കാണിച്ചാൽ മതി, അല്ലേ? ചിലര് മറ്റുള്ളവരെ സ്വത്ത് അന്യായമായിട്ട് കൈവശം വെച്ചിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാന്നൊക്കെ വരുത്തി തീർക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ എന്ത് അന്യായം ചെയ്തു കഴിഞ്ഞാലും, എന്ത് തെറ്റ് ചെയ്തിട്ടും അത് ശരിയാണെന്ന് വാദിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ വെട്ടിത്താണ്. അള്ളാഹ് ചോദിക്കുന്നത് അവർക്ക് ഇതുപോലും അറിഞ്ഞുകൂടെയെന്നാ. സുബ്ഹാനല്ലാഹ്. അത് സ്മാർട്ട്നെസ് ആണ്, അറിവാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ വെട്ടിത്താണ്. അള്ളാഹുവിന്റെ അറിവുമായിട്ട് നമുക്ക് കളിക്കാൻ പറ്റൂല. അള്ളാഹുവിനെ ചതിക്കാൻ പറ്റില്ല. ആൾക്കാരെ വേണമെങ്കിൽ കുറച്ച് കാലത്തേക്കൊക്കെ ചതിക്കാൻ പറ്റില്ല. അതും കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ കേട്ടോ. സത്യം പുറത്തു വരും. ശരിക്കും എന്താണ് സ്മാർട്ട്നെസ്, എന്താണ് അറിവ്, എന്താണ് വിഡ്ഢിത്തം എന്ന് നമ്മൾ മനസ്സിലാക്കണം. റിയാലിറ്റി മനസ്സിലാക്കലാണ് ഏറ്റവും വലിയ അറിവ്. അപ്പം സ്മാർട്ട്നെസ്സും ഫൂളിഷ്നെസ്സും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ തെറ്റുകൾ പറഞ്ഞ് ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മളത് ചെയ്തില്ല എന്ന് പറഞ്ഞ് വരുത്തി തീർക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അള്ളാനെയാണ് മൊയ്ന്താക്കാൻ നോക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോ കണ്ടു, ആളുകള് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പില് ആ ദിവസം യൗമുൽ ഖിയാമയില് തമ്മിൽ വാദിക്കും എന്നുള്ളതും കൂടെ ഇതിനകത്ത് കാണാണ്, അല്ലെ? ഇന്ന് ചിലപ്പം ഫ്രണ്ട്സ് ആയിരിക്കും, പക്ഷെ അവിടെ ചെന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ തെളിവുകൾ നിരത്തി വെച്ച് നമ്മളുടെ നെഫ്സ്, അല്ലെ, നമ്മളെ നെഫ്സിനെ നമുക്കെതിരെ തിരിയും. എല്ലാവരും നമുക്കെതിരെ തിരിയും. ഇവിടെ ഭയങ്കര ചങ്ക് ഫ്രണ്ട്സ് ആയിരിക്കും. പലതും നമ്മൾ മറച്ചു വെച്ച ആ ഒരു ചങ്ക് കാണിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മരണം നമുക്ക് എപ്പോ വേണമെങ്കിലും വരാം, അല്ലെ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം വാദിക്കുന്നവരായേക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള നമ്മുടെ തിന്മകളൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിന് തൊട്ട് നമ്മുടെ ഹൃദയത്തിനകത്തുള്ള രോഗങ്ങൾ ഇവിടുന്ന് തിരുത്താൻ പറ്റാതെ, ഇവിടുന്ന് അറിയാൻ പറ്റാതെ, ഇവിടുന്ന് മാറ്റാൻ പറ്റാതെ അവിടെ ചെന്നിട്ട് എക്സ്പോസ്ഡ് ആവുന്ന ഒരു അവസ്ഥയെ തൊട്ട് അതിൽ നിന്ന് ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ അവിടെ ചെന്നിട്ട് എക്സ്പോസ്ഡ് ആവുന്നതിനെ തൊട്ട് റബ്ബ് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.